എല്ലാവരും നമസ്കാരം. നമ്മളതാ വീണ്ടും കാന്തല്ലൂരേക്ക് ഒന്നുകൂടെ വന്നു കേട്ടോ. നമ്മുടെ കൂടെ നമ്മുടെ ബിനു ഉണ്ട്. ബിനു പുറകെ നിന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബിനുവിന് കാന്തല്ലൂരൊക്കെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ ഭാഗത്തേക്ക് പോകണം. ഇപ്പോൾ കോവിൽക്കടവിലാണ് നിൽക്കുന്നത്. നമ്മൾ വന്ന വഴി കുറേ കാഴ്ചകളൊക്കെ കണ്ടാവുന്നു കേട്ടോ. അതും കൂടെ വീഡിയോ ആദ്യം ഒന്ന് കണ്ടിട്ട് വേണം ഈ കാഴ്ചകളിലേക്ക് വരാനായിട്ട്. അപ്പോൾ കാന്തല്ലൂരേക്ക് പോകുന്ന വഴിക്ക് ഇപ്പോൾ കോഴിക്കോടിൽ ഇവിടെ നല്ല അടിപൊളി കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. അതൊക്കെ കൂടെ കണ്ടുപോകാം. നല്ല ശുചിത്വമായിട്ടുള്ളൊരു ഗ്രാമമാണ് ഈ കാന്തല്ലൂർ എന്ന് പറയുന്നത്. അതായത് ഇത് ഇവിടെ നല്ല വൃത്തിയായിട്ടുള്ള സ്ഥലമാണ്. ആരും അവിടെ വേസ്റ്റൊന്നും കൊണ്ടിട്ടരുത്. വരിക കാഴ്ച കാണാൻ പോവാം. അപ്പോൾ നമ്മൾ പോകുന്ന വഴി കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അവിടെ നല്ല ഒരു ഭംഗിയുള്ള ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു ഗ്രാമം, അതായത് വൃത്തിയുള്ള നല്ലൊരു ഗ്രാമം എന്നുള്ള പേരുള്ളൊരു സ്ഥലമാണ് ഈ കാന്തല്ലൂർ. അപ്പോൾ നമുക്ക് അവിടേക്ക് പോയി നമ്മൾ ഒരുപാട് കാഴ്ചകൾ അവിടെ കണ്ടിട്ടുണ്ട്. പക്ഷേ മഴക്കാലമായതുകൊണ്ട് ഇപ്പോൾ നമുക്ക് വേറിട്ട കുറച്ച് കാഴ്ചകളും കൂടെ അവിടെ കാണാനുണ്ട്. ബിനുവിൻ്റെ കൂടെ വന്നപ്പോൾ ഞാൻ അതും കൂടെ ഉൾപ്പെടുത്തിയേക്കാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ. ഈ ഭാഗമൊക്കെ കാണാൻ എന്തൊരു വൃത്തിയെന്ന് നോക്കി. നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് കെട്ടിക്കുന്ന സ്ഥലമാണ്. ഇവിടെ നമുക്കൊരു ആൽമരമൊക്കെ കാണാം. അതിൽ ഈ ആൽമരത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നമുക്കൊരു നമ്മളെപ്പോഴും കാണുന്ന പോലെ ഒരു അമ്പലം. ഞായറാഴ്ചയൊക്കെ ആയിക്കൊണ്ട് അവിടെ അമ്പലത്തിനുള്ളിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയൊന്നും വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ പുഴയുടെ കുറേ കാഴ്ചകളൊക്കെ കാണാം. അമ്പലത്തിൽ കുറേ ആൾക്കാർ പൂജയ്ക്കും മറ്റു കാര്യത്തിനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അവിടെ ഒരു കടയൊക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ് ഈ അമ്പലമൊക്കെ ഇവിടെ കാണാനായിട്ട്. തമിഴ്നാട്ടുകാരായ ആൾക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നു. കൂടുതലും നമ്മുടെ കാന്തല്ലൂരേക്കുള്ള ഒരു വെൽക്കം ബോർഡ് കണ്ടോ. എന്ത് ഭംഗിയാണ് അത് കാണാൻ നോക്കി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ശുചിത്വമുള്ള ഒരു ഗ്രാമപഞ്ചായത്തിനുള്ള പേര് കിട്ടിയ സ്ഥലമാണ് ഈ കാന്തല്ലൂർ പഞ്ചായത്ത്. അവിടെ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ കാണുന്ന പോലെ പ്ലാസ്റ്റിക്കിൻ്റെ പൂനയോ കുപ്പയോ ഒന്നും കാണാനില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാനപ്പോൾ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ചെല്ലുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുവരാം. ഒരുപാട് കാഴ്ചകൾ അവിടെ കാണാനുണ്ട് കേട്ടോ. ഇത് കോവിൽക്കടവിലെ പുഴയാണ്. ഈ പുഴ ഇങ്ങനെ ഒഴുകി തമിഴ്നാട്ടിലേക്കാണ് ഇത് പോകുന്നത്. അവിടെ മുകളിലൊരു ചെറിയ ചെക്ക് ഡാം പോലെയൊക്കെ ഉണ്ട്. ഈ മേഖലയൊക്കെ ഒരുപാട് ആൾക്കാരെ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ് കേട്ടോ. ഈ പുഴ ഒഴുകി തമിഴ്നാട്ടിലേക്ക് ഞാൻ പറഞ്ഞില്ലേ പോകുമെന്ന് പറഞ്ഞു. ഇതിന് തൊട്ട് താഴെയായിട്ട് തൂവാനം എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്നാലും കാണുന്നില്ല. അപ്പുറത്തെ റോട്ടിൽ പോയാലും കാണാൻ പറ്റുള്ളൂ. നമുക്കൊരു ചായയൊക്കെ കുടിച്ചിട്ട് അല്ലേ അങ്ങ് പോവാം. ഇവിടെ ഒരു ബേക്കറി എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. കയറി നോക്കാം അവിടെ ചായ ഉണ്ടോ. ഏതോ ബേക്കറി മാത്രം ഉള്ളതെന്ന് അറിയില്ല. ചായ, കോഫി, സ്നാക്സ്, ജ്യൂസ് എല്ലാം ഉണ്ടല്ലേ. ഈ ഒരു ഭാഗത്ത് നീ കാന്തല്ലൂർ കാണാൻ എന്തൊരു ഭംഗിയല്ലേ. ഒരുപാട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്ന് ഇരിക്കുന്നുണ്ട്. എല്ലാം ഞായറാഴ്ചയൊക്കെ ആയിട്ട് ടൂർ പ്രോഗ്രാമൊക്കെ വെച്ച് വരുന്ന ആൾക്കാരാണ് കൂടുതൽ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മൂന്നാറിന് താഴെ രണ്ടാം നിലയൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അവിടെ വന്നപ്പോൾ നല്ല മഴയും മഞ്ഞും കാറ്റും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് അവിടെ നമുക്ക് ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. മൂന്നാർ കടന്ന് ഇപ്പുറത്ത് കടന്നപ്പോഴാണ് ഒരു ചെറിയ സമാധാനം കിട്ടിയത്. എന്നാലും അവിടെ നിന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് തലയാറൊക്കെ വന്നപ്പോഴത്തേക്കാണ് നല്ല ഒരു കാലാവസ്ഥ കിട്ടി. കുറച്ച് വഴിയോര കാഴ്ചകളൊക്കെ കണ്ടുപോകുന്നത്. അപ്പോൾ അത് നമ്മുടെ വീഡിയോയിൽ ആദ്യത്തെ ഭാഗത്തുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചായയൊക്കെ കുടിച്ചിട്ട് മുന്നോട്ട് പോയി കാന്തല്ലൂർ കാഴ്ചകളൊക്കെ കണ്ടുവരാം. കാന്തല്ലൂർ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കുറച്ചൊരു ഈ മഴക്കാലത്തിൻ്റെ കാഴ്ചകൾ, അതായത് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടല്ലോ, ആ വെള്ളച്ചാട്ടമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ആണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചായ കടന്ന് പോകുന്നുണ്ട്. ഇതിനും അവിടെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതിന് ചായ റെഡിയാണ്. ചായ റെഡിയാണ്. ചായ കടി വല്ലതും വേണോ? ഇതൊരു ചെറുകടി കണ്ടെന്നുണ്ടായി. അതുകൊണ്ട് സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? കൊള്ളാവോ? സെറ്റപ്പാണോ? മുന്നോട്ടുള്ള കാഴ്ചകളോ? ആ കുമ്പളപ്പം അല്ലേ? ഇതുണ്ടോ കുമ്പളപ്പാടെ? കുമ്പളപ്പാണെന്ന് വെച്ചാൽ കുമ്പളപ്പം പിന്നെ ഇലയിൽ വേറൊരു രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാലും ഇന്ന് നോക്കാം അല്ലേ. നല്ലത്. ആ മൂന്നാറിലെ പൊറോട്ടക്കാട് നല്ലതായിരിക്കും ഇതെന്ന് എനിക്ക് തോന്നുന്നു. കഴിച്ചു നോക്കി. അപ്പം അങ്ങനെ ഞങ്ങളങ്ങനെ ചായ നമ്മുടെ ഉള്ളിൽ ബ്ലോഗ് ചെയ്യാം. നമ്മുടെ കുമ്പളപ്പമാണ്. കുമ്പളപ്പം കാന്തല്ലൂർ മേഖലയൊക്കെ നല്ല രീതിയിൽ മഞ്ഞൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ നമ്മളിപ്പോൾ കാന്തല്ലൂരേക്ക് പോവാണ്. കോവിൽക്കടവ്. നമുക്കിവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, അതൊന്ന് കണ്ടിട്ട് വരാവേ. വെള്ളച്ചാട്ടം കാണാൻ നമ്മൾ ഈ വഴിക്കാണ് പോകുന്നത് കേട്ടോ. വഴി ഭയങ്കര വഴി, നല്ല വഴിയാണ്. ഇവിടെ നമുക്കൊരു ചന്ദനക്കാടൊക്കെ കാണാം. ചന്ദനക്കാട്ടിനുള്ളിൽ കൂടെ നമ്മൾ പോകണം കേട്ടോ. ഇവിടേക്ക് നല്ല കാലാവസ്ഥയാണ് കേട്ടോ.
എരച്ചിൽപ്പാലം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഇതാണ് എരച്ചിൽപ്പാലം. പക്ഷേ ഇവിടെ ഇപ്രാവശ്യവും വെള്ളമില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതിലും വെള്ളം ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് മഴയില്ല കേട്ടോ, അതാണ് വിഷയം. അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ പഞ്ചസാര പൊടിയുന്ന പോലെ വെള്ളം താഴോട്ട് വരുന്ന നമുക്ക് കാണാമായിരുന്നു. ഇവിടെ ഇത്രയും വെള്ളമൊക്കെ ഉള്ളൂ കേട്ടോ. ഉള്ള വെള്ളത്തിൽ ആൾക്കാർ അഡ്ജസ്റ്റ് ചെയ്ത് ഉല്ലാസിച്ചൊക്കെ നിൽക്കുവാണ്. കോവിൽക്കടവ് പുഴ ഇങ്ങോട്ട് ഒഴുകി വന്നപ്പോൾ കണ്ടോ, കുറച്ചപ്പുറത്ത് മാറി വന്നാൽ ഇവിടുത്തെ ഒരു വെള്ളച്ചാട്ടം നമുക്ക് കാണാവേ. ഈ കാടിൻ്റെ നടുവിൽ ഇവിടെ പ്രത്യേക രീതിയിലുള്ള ഭംഗിയിലൊക്കെ ഉള്ള ഗ്രാമ പശ്ചാത്തലത്തിലുള്ള കുറച്ച് കടകളൊക്കെ കാണാം. ഇവിടെ ഇതുകൊണ്ടൊരു കട ഇരിക്കുന്നുണ്ടോ. ഇവിടെ വന്നിട്ട് നമ്മൾ പ്രതീക്ഷിച്ച മാതിരിയുള്ളൊരു കാഴ്ചകളൊന്നും കിട്ടിയില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ അത്ര വലിയ വെള്ളമൊന്നുമില്ല. വെള്ളമുണ്ടെങ്കിൽ ഇവിടെ കാണാൻ വളരെ മനോഹരമായിരുന്നേ. ഇതൊക്കെ കാണാമെന്ന് വിചാരിച്ചായിരുന്നു ഞാൻ വന്നത്. ഇനിയിപ്പോൾ നമുക്ക് മുകളിലോട്ട് പോയി നോക്കാം, അവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് നോക്കാം. ഈ വെള്ളച്ചാട്ടം ഇതും നല്ല രീതിയിൽ വെള്ളമുണ്ടെങ്കിൽ ഇവിടത്തെ നിറഞ്ഞൊഴുകി വരും കേട്ടോ. ഒരുപാട് ആൾക്കാർ ആ പുഴയിലുണ്ടേ. നമ്മൾ വണ്ടി വെച്ചിരുന്ന താഴെയായിരുന്നു, അങ്ങോട്ട് പോവാം. വിനു ഊറ്റം പിടുത്തോ, എങ്ങനെയുണ്ട് കണ്ടോ? പക്ഷേ മഴയില്ലാത്തതിൻ്റെ പേരിൽ വെള്ളച്ചാട്ടമൊക്കെ സ്ഥലം കുറവാണ്. കട്ടപ്പനയും ഇവിടെ മൂന്നാറും കുമ്പളയൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ മഴയുടെ ഇതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ മഴ എന്ന് പറഞ്ഞ സംഗതിയില്ല. നല്ല വെയിലാണ്, ആവിയാണ്. ബോട്ടൊക്കെ ഇപ്പോൾ ഊരാൻ പോവുകയാണ്. എന്നാൽ അത്യാവശ്യം കുറേ വെള്ളച്ചാട്ടം നമുക്ക് കാണാനുള്ള ഉണ്ട്. അതെടുത്തിട്ട് നമുക്ക് പോകാം, അടുത്ത സ്ഥലത്തോട്ട് പോകാം. ഇവിടുത്തെ കടകളൊക്കെ ഒരു ഭംഗിയാണ് കേട്ടോ. താഴത്തെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് ഇറങ്ങി പോകണമെങ്കിൽ അപ്പുറത്തെ സൈഡിൽ കൂടെ വേണം പോകാനായിട്ട്. നമ്മൾ കയറി വന്ന വഴി ഇതാണ് കേട്ടോ. വിനു താഴോട്ട് വണ്ടി കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് നോക്കി എത്ര മനോഹരമാണ് ഈ പുഴയൊക്കെ കാണാൻ. പുഴയിൽ നിറച്ച ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പുറത്ത് വെള്ളമില്ലാത്തതുകൊണ്ട്, എരച്ചിൽപ്പാലം വെള്ളച്ചാട്ടത്തിൽ വെള്ളമില്ലാത്തതുകൊണ്ട് ആൾക്കാർ ഈ പുഴയിലേക്കാണ് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഈ ഭാഗത്തേക്കൊക്കെ വരുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. ആ ഒരു വെള്ളത്തിലും നമ്മൾ ഒഴുകിപ്പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നുള്ള പുഴയുടെ ഒരു കാഴ്ച ഉണ്ടോ. പുഴയിൽ ഒത്തിരി ആൾക്കാർ കുളിക്കാനായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കോവിൽക്കടവിൽ കൂടെ ഒഴുകി വരുന്ന ഈ പുഴയുടെ പേര് പാമ്പാർ എന്നാണേ. പാമ്പാർ നദിയാണിത്. ഇപ്പം നമ്മൾ വന്നു നിൽക്കുന്ന സ്ഥലം ഈ കാന്തല്ലൂരിലെ ഏറ്റവും ടോപ്പിൽ ഇങ്ങ് കയറി വന്നു കേട്ടോ. ഇത് മന്നവൻ ഷോലയാണേ. ഇതിൻ്റെ കൂടെ ഫോറസ്റ്റിൻ്റെ ഒരു ട്രെക്കിംഗ് ഒക്കെ ഉണ്ട്, അതിനൊരു ഫീസൊക്കെ ഉണ്ട്. മാത്രമല്ല 2 മണിക്കൂർ ടൈമും പിടിക്കും. അതുകൊണ്ട് നമ്മൾ ആ ഒരു പരിപാടിക്ക് പോകുന്നില്ല. ഇവിടുന്ന് താഴോട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇതാ ഗസ്റ്റുകളൊക്കെ കൊണ്ട് വന്ന ജീപ്പൊക്കെ ഇവിടെ കിടക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഇതുണ്ട്, ഒരു വാച്ച് ടവർ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. തടി കൊണ്ടൊക്കെ തന്നെ ഉണ്ടാക്കിയതാണ്. പക്ഷേ നിലവിൽ ഇതിപ്പോൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങോട്ട് കയറാനുള്ളൊരു വഴി കാണുന്നില്ല. ഇതിൻ്റെ മുകളിൽ കയറുന്ന നമുക്ക് ചുറ്റുപാടും കുറേ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുമേ. അപ്പോൾ വാച്ച് ടവർ ക്ലോസ് ആണ് കേട്ടോ. ഞാനവിടെ ചോദിച്ചപ്പോൾ അവരിത് ക്ലോസ് ആക്കിയിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞത്. സംഭവം ഇത് ഓപ്പൺ ആയിരുന്നെങ്കിൽ ഇവിടെ മുകളിൽ കയറി നമുക്ക് താഴോട്ടുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുമായിരുന്നു. ഇവിടെ പക്ക ഒരു നല്ലൊരു വില്ലേജ് തന്നെയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് കൃഷിയിടങ്ങളും ഫ്രൂട്ട്സ് തോട്ടങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ മുന്നിൽ തന്നെ ഒരു സീതപ്പഴത്തിൻ്റെ മരമാണ് ആ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇതാ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഉണ്ടല്ലോ, അവിടെ എല്ലാം മുഴുവൻ കൃഷിയിടങ്ങളും മറ്റു കാഴ്ചകളും നമ്മൾ കാണുന്നത്. ആ മലയടിവാരത്തിലെല്ലാം നമുക്കിനി ഈ സൈഡിൽ കൂടെ കുറച്ച് താഴോട്ടൊന്ന് നടന്നു പോകാവേ. ഇവിടുത്തെ താമസക്കാർ തന്നെയാണ് ഇവിടെ ചെറിയ കടകളൊക്കെ ഈ സൈഡിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. ചെറിയ ചെറിയ കടകളുണ്ടേ. ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ കടകൾ. ഇതിപ്പോൾ ക്ലോസ് ആണെന്ന് തോന്നുന്നു. ഇതിന് താഴേക്ക് ഇവരുടെ താമസ സ്ഥലങ്ങളൊക്കെയാണ്. അവിടെ ഒരു കടയുണ്ട്. അവിടെ കുറച്ച് ഫ്രൂട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇവിടുത്തെ തന്നെ കൃഷിയിടങ്ങളിൽ നിന്ന് കിട്ടുന്ന കേട്ടോ, വെളുത്തുള്ളി, നെൽക്കടല, മാങ്ങാപ്പഴം, അതുപോലെ പാഷൻ ഫ്രൂട്ട്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. ആ റിസോർട്ടിലേക്ക് പോകുന്നൊരു വഴിയൊക്കെ കേട്ടോ. ഇതൊക്കെ കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കി. വിനു അവിടെ പോയിന്നിങ്ങനെ അവിടുത്തെ നല്ല ചിത്രീകരിച്ചുകൊണ്ടിരിക്കുക ആൾ. ഇവിടെ ഒരു മഡ് ഹൗസ് ഉണ്ടേ. ഇതൊക്കെ കാണുന്ന മഡ് ഹൗസാണ് കേട്ടോ. ഈ ഗേറ്റിന് താഴെയൊക്കെ ഉള്ള ഫ്രൂട്ട്സ് തോട്ടങ്ങളൊക്കെയാണേ. ഇതുണ്ടോ. പക്ഷേ എല്ലാം ഇപ്പോൾ
അടച്ച് കെട്ടിയൊക്കെ വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ ഒരു എൻട്രൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് താഴെ കൂടിയാണ്. അവിടെ ഒരു വാട്ടർ ടാങ്ക് നിറഞ്ഞിങ്ങനെ വെള്ളം ഒഴിക്കൊണ്ടിരിക്കുന്നു. നോക്കിയേ, അത് നിർത്താൻ ആരും ഇല്ലേ. നമ്മൾ ഇപ്പോൾ മോളിൽ നിന്ന് കണ്ട മഡ് ഹൗസാണേ, അത് ഈ താഴേന്ന് കാണാൻ ഇച്ചിരി കൂടെ ഭംഗി കേട്ടോ. ഒരിക്കൽ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇതൊക്കെ പണിതുകൊണ്ടിരിക്കുമായിരുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ടങ്ങോട്ടെല്ലാം അവർ റൂംസൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഒരു ആപ്പിൾ തോട്ടമൊക്കെ ഉണ്ടേ. അവിടെ ഒരു 50 രൂപ ഫീസൊക്കെ കൊടുത്ത് വേണം കയറാൻ. 50 രൂപ ഫീസ് കൊടുക്കുന്നതല്ല, അവിടെ നമ്മൾ ക്യൂ നിൽക്കണം. കുറച്ച് ആൾക്കാരെ കയറ്റി കഴിഞ്ഞ് അവർ ഇറങ്ങിക്കഴിഞ്ഞ് നമുക്ക് കയറാൻ പറ്റുള്ളൂ. ആപ്പിൾ തോട്ടം കാണാൻ കയറുന്ന വഴി ഇതാണ് കേട്ടോ. ഇവിടെ ക്യൂ നിൽക്കണം, പിന്നെ പാസ് എടുക്കണം. നമ്മളിവിടെ ഒരു ഫ്രൂട്ട്സ് തോട്ടം കാണാൻ വേണ്ടി കയറി കേട്ടോ. അതായത് എൻട്രൻസ് ഒരാൾക്ക് 20 രൂപ ടിക്കറ്റാണേ. സീതപ്പഴം, സബർജില്ലി അങ്ങനെയുള്ള മരങ്ങളിലൊക്കെ കുറച്ച് സീതപ്പഴത്തിൻ്റെ മരമാണ് ഈ നിൽക്കുന്നത്. ഇതിൽ ചെറിയ ചെറിയ കായ്കളൊക്കെ ഉണ്ട്. ഇത് സബർജില്ലയാണ് കേട്ടോ, ഈ 2 സൈഡിൽ നിൽക്കുന്നത്. നമുക്ക് ഈ വഴിക്ക് വേണം അങ്ങോട്ട് പോകാനായിട്ട്. ഇവിടെ ആയാലും നമ്മൾ ടിക്കറ്റ് എടുക്കുന്നു. ഇവരുടെ ഓഫീസിന് കെട്ടറൊക്കെ ഇവിടെയാണേ. ഇതിൻ്റെ ആപ്പിൾ കിടക്കുന്നുണ്ടോ? പക്ഷെ ഇപ്പോൾ പാകമായിട്ടില്ല, ചെറിയ ആപ്പിളാണേ. ഇതേ കിടക്കുന്നത്, ഇതാ ആപ്പിള്. ഇതൊക്കെ ആപ്പിളാണ് ഈ വല കെട്ടിയിട്ടിരിക്കുന്നത്. പേരമരം, മാതളം, പിന്നെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇതിൻ്റെ എല്ലാ തൈകൾ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇത് ബ്ലാക്ക് സപ്പോട്ടയാണ് കേട്ടോ. അതേ കുറച്ച് കായൊക്കെ ഉണ്ട്, ഒന്നും പാകമായിട്ടില്ല തോന്നുന്നു. തൈകളൊക്കെ ഉണ്ട്. ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ ആണേ. ഇതെല്ലാം പാഷൻ ഫ്രൂട്ടിൻ്റെ തൈകളാണ്. പേരമരം, ആ കാണുന്നതൊക്കെ വൈറ്റ് സപ്പോട്ടയാണേ. ഇതിലും കായുണ്ട്. ആ, പിന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയൊക്കെ കണ്ടോ, അതിൽ കായ ആയി വരുന്നുണ്ട്. ഓറഞ്ച്, നല്ല രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒന്നും ഫ്രൂട്ട്സ് ഇപ്പോൾ ആയിട്ടില്ല. ഒരു ജൂലൈ ആഗസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ആപ്പിള് അങ്ങനെയുള്ള ഇതൊക്കെ ആവുള്ളൂ കേട്ടോ. ഇവിടെ മാതളം നല്ല രീതിയിൽ കാഴ്ച കിടപ്പുണ്ട്. ആ നീല വല കെട്ടി വെച്ചിരിക്കുന്നുണ്ടോ, അതിൻ്റെ ഉള്ളിൽ ആപ്പിൾ ആണ് കേട്ടോ. കായും ഉണ്ട്. പക്ഷി കൊത്താതാണ് വെച്ചിരിക്കുന്നത്. ആ, കിളിയൊക്കെ കൊത്താതിരിക്കാൻ വേണ്ടിയിട്ട് വല കെട്ടി വെച്ചേക്കുക. ഇതെല്ലാം ആപ്പിളാണ് കേട്ടോ. എല്ലാം വല കെട്ടിയിട്ടിരിക്കുവാണേ. ഇതൊരു അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല പാകമാവും ഇത്. ജൂലൈ ആഗസ്റ്റ് ആ ഒരു ടൈമിലാണ് ആപ്പിളിൻ്റെ സീസൺ ഈ കാന്തല്ലൂരൊക്കെ. പിന്നെ ഓറഞ്ച് മരങ്ങൾ, ഒത്തിരി ഡാലിയ ചെടിയുണ്ട് കേട്ടോ. എന്താ കളറാണ് നോക്കി അതിൻ്റെയൊക്കെ. ആപ്പിള് നമുക്ക് നടുത്ത് കാണാം. ഇതുണ്ട് ആപ്പിള് കൊലയായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അത് പറിക്കാനൊന്നും പാകമായിട്ടില്ല, പഴുത്തൊക്കെ വരുന്നേ ഉള്ളേ. ഇതേ നിൽക്കുന്ന ആപ്പിള് ഈ മരത്തേൽ ഒരുവിധം ഉണ്ട് കേട്ടോ. അടുത്തൊക്കെ ആയിട്ട് നമുക്ക് ഇതിനെ കാണാവേ. പക്ഷികളുടെ ശല്യം കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെ വല കെട്ടിയിട്ടിരിക്കുന്നത്. ഇതിവിടുത്തെ ഓറഞ്ചൊക്കെ ഉണ്ടോ. ആപ്പിളൊക്കെ ഒരുപാട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ആപ്പിൾ കണ്ടോ, അപ്പോൾ ഇതിനെ വിളഞ്ഞ് നിൽക്കുന്നൊരു മൂടിക്കെട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് ഇത്രയൊക്കെ കാണാൻ പറ്റുള്ളേ. ഇതെല്ലാം ആപ്പിൾ ചെടികളാണ്, എല്ലാം മൂടിക്കെട്ടിയിട്ടിരിക്കുക. പിന്നെ മാതളം, പേരമരം, പേരയും ഓറഞ്ചും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ സബർജില്ലിയൊക്കെയാണ്. ഇതൊക്കെ സബർജില്ലിക്കായൊക്കെ കിടക്കുന്നുണ്ട്. സബർജിൽ, പിന്നെ മാതളം, പേരമരം കണ്ടോ, പേര. ഈ നിൽക്കുന്ന ആപ്പിൾ ചെടിയാണേ. ഇതുണ്ട് ആപ്പിള്.
മഞ്ഞ ഡാലിയ ഉണ്ടോ, മഞ്ഞ ഡാലിയ പൂ. ഇത് പ്ലംസ് മരമാണേ. അതിൽ ഒരു കായുണ്ട് കേട്ടോ, 1-2 കായൊക്കെ അതിലേക്ക് ഉണ്ട്. പ്ലംസ് നിൽക്കുന്നുണ്ടോ. ഇവിടങ്ങളിൽ ഇതൊക്കെ ഉണ്ടാവും നന്നായിട്ട്. അപ്പം നമുക്ക് ഈ ഓറഞ്ച് തോട്ടമാണ് ഇനി മെയിനായിട്ട് കേട്ടോ. ഇതിനകത്തൂടെ കടന്നു പോകാവേ. ബിനുവാണെ തകർക്കുക. ഇതെല്ലാം ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ്. ഓറഞ്ചൊക്കെ ചെറിയ സൈസ് ഓറഞ്ച് കേട്ടോ, ഇടയ്ക്കൊക്കെ പഴുത്ത് വയ്ക്കുന്നുണ്ട്. പ്ലംസ് ഉണ്ടോ, പ്ലംസ്. ഏകദേശം നമ്മളിവിടെ ഫുള്ളായിട്ട് കയറി വന്നു കേട്ടോ. എന്താ സബർജില്ലൊക്കെ കായിട്ട് കിടക്കുന്നുണ്ടോ. അതിൻ്റെയൊക്കെ ഒരു സമയം ഇപ്പോൾ സബർജില്ല ഇവിടെ ഉണ്ട്. ഇപ്പോൾ കിട്ടുവേ, നമുക്ക് വേണേൽ മേടിച്ചുകൊണ്ട് പോവാം. പാഷൻ ഫ്രൂട്ട് അതിൻ്റെ സമയം ആയിട്ടില്ല, പൂവൊക്കെ ഇട്ടിരിക്കുന്നുണ്ടോ. ഓരോ ആപ്പിളും ഉണ്ടോ. ഇത് ആപ്പിളാണ്. മരത്തക്കാളി അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഉണ്ട്. അപ്പോൾ ഈ തോട്ടത്തിലെ കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ. താഴെ ഒരു തോട്ടം ഉണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ ആപ്പിളൊക്കെ ഇച്ചിരി കൂടെ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അവിടെ കയറി ഒന്ന് കാണാം. എന്നാ കട്ടൻ ചായ കുടിക്കാം. എനിക്കൊരു 10 വെള്ളം. കാന്തല്ലൂരിൻ്റെ മനോഹര കാഴ്ചകൾ. നമുക്ക് ഈ വഴിക്ക് പോയാൽ ഇവരുടെ കുറേ കൃഷിയിടങ്ങളൊക്കെ കാണാം. ഇതുകൊണ്ട് അവിടെയൊക്കെ കൃഷിയിടങ്ങളാണ്. ഇതൊക്കെ കാണാനായിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ വാഹനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെ ആൾക്കാർ ഇവിടേക്ക് ഒരുപാട് വരുന്നുണ്ട്. ഇവരുടെ കൃഷിയിടത്തിൽ നിന്നുള്ള ഫലങ്ങളാണ് ഇവിടെയൊക്കെ കൂടുതലും ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ വിളവെല്ലാം കുറവാണ്. ഇപ്പോൾ അധികം വിളവെടുക്കുന്ന സമയമല്ല. വെളുത്തുള്ളി ഇതെന്നാ പീച്ചോ, പീച്ച് പഴമെന്ന് പറയുന്ന സാധനം. ഒരു എരിവും പുളിയും പലതരം ടേസ്റ്റായിരുന്നു കേട്ടോ. ഞങ്ങൾ നമ്മൾ കഴിച്ചു നോക്കി, പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഒരു സ്ട്രോബെറി കഴിക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ട്, ഇത് ബീൻസിൻ്റെ കൃഷി ഇട്ടിരിക്കുന്നതാണ് കേട്ടോ. ബീൻസ് വളർന്നു കയറിയിട്ടുണ്ട്, പൂവൊക്കെ ആയി നിൽക്കുന്നു, കുറച്ച് കായൊക്കെ ആയിട്ട്. ബട്ടർ ബീൻസാണേ. ഇനിയിപ്പോൾ ഇവിടേക്കൊക്കെ കൃഷിക്കുള്ള ഇടങ്ങളൊക്കെ അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് അവിടെ സ്ട്രോബെറി പാടമൊക്കെയാണ് കാണുന്നത്. കുറച്ച് സ്ട്രോബെറിയൊക്കെ ഇവിടെ കാണാം. പിന്നെ ഇവരുടെ കൃഷിയിടങ്ങളൊക്കെ കണ്ടോ അങ്ങോട്ട്. ഇത് ഭംഗി എവിടെയൊക്കെ കാണാൻ നോക്കി. അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇന്നലെ ആനയൊക്കെ ഇറങ്ങിയിട്ട് ഇവരുടെ കൃഷിയൊക്കെ കുറേ ചവിട്ടിക്കളഞ്ഞെന്ന് പറഞ്ഞേ. അത് നമുക്കൊന്ന് കണ്ടൊക്കെ വരാം. ഇവിടെ നമുക്കൊന്ന് കയറി നോക്കാം. ഇവിടെ ഒരു കൃഷിയിടം ഇതിൻ്റെ ബാക്കിൽ കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ആന കയറി ഇവിടെയെല്ലാം ചവിട്ടിക്കളഞ്ഞെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇത് കാണാം. ഇവർ കഷ്ടപ്പെട്ട് കൃഷിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേ അതൊക്കെ ഈ ആനയൊക്കെ കയറി നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ കാട്ടുമൃഗങ്ങളുടെ ഒരു ശല്യം എന്ന് പറഞ്ഞാൽ. എവിടെ ചവിട്ടി കളഞ്ഞേക്കുന്നത്? ഈ സ്ട്രോബെറി ഉള്ളിൽ കൂടെ തന്നെ ആന കയറി ചവിട്ടി പോയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട് ഇവിടെ കൃഷിക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ ഈ ഇതിലെ കൂടെ. ഇവർക്ക് വെള്ളത്തിന് വലിയ ക്ഷാമമൊന്നും ഇവിടെ ഇല്ല. തൊട്ടപ്പുറം ഒരു അമ്പലമാണേ. ഇവിടുത്തെ ഒരു സ്ട്രോബെറി തോട്ടം ഇത് കേട്ടോ. ഇത് ഈ മഴ കൂടിക്കഴിഞ്ഞാൽ സ്ട്രോബെറിക്ക് അത്ര ഓക്കെ ആവില്ല. മീഡിയം കാലാവസ്ഥ ഉണ്ടല്ലോ, അല്ലെ ഇടയ്ക്കുമുട്ടിനൊക്കെ കായുണ്ട്. ഇതൊക്കെ ഒരു പ്രത്യേകതരം ബഡിലൊക്കെ ഉണ്ടാക്കിയെടുത്താലേ ഉണ്ടാവുള്ളൂ. നമ്മളവിടെ കുറേ പരിശ്രമിച്ച് നോക്കിയാൽ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഇതുപോലൊക്കെ കറക്റ്റായിട്ട് ഇത് പരിരക്ഷിക്കണം. ഇന്നലെ ആന കയറിയതാണ് ഇത് കേട്ടോ. ഇതുകൊണ്ട് ഇവിടെ എല്ലാം ഇതെല്ലാം ചവിട്ടിക്കളഞ്ഞേക്കുന്നുണ്ടോ. ഇതിലൊക്കെ ചവിട്ടി ഇടിച്ച് ഇവിടെ കൃഷിയിടങ്ങളൊക്കെ ഇതിങ്ങനെ മൃഗങ്ങളുടെ ശല്യം കൊണ്ടൊക്കെ ഈ ഭാഗത്തു നിന്നൊക്കെ ആനയൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട്. കയറി വന്നിട്ട് ഇതുണ്ടോ ഇതിൻ്റെ താഴെ കൂടെ കയറിയേക്കുന്നത്. ആന ചവിട്ടിപ്പോയ പാടുണ്ടോ. ഇവിടെ നിൽക്കുന്നതിൻ്റെ അവിടെയൊക്കെ ആന ചവിട്ടി പോയിട്ടുണ്ട്. കൃഷിയിടങ്ങളൊക്കെ ഇതുപോലെയൊക്കെ ഇവരൊക്കെ പണിയെടുത്ത് കൃഷിയൊക്കെ ഉണ്ടാക്കി ശരിക്കും പറഞ്ഞാൽ ഈ സ്ട്രോബെറിയൊക്കെ ഇവിടെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ എന്തൊരു പാടാണെന്നറിയോ. ഇതുപോലെയൊക്കെ ഒരുപാട് പണി ചെയ്തവർ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് വന്ന് ചവിട്ടി പോയിട്ടുണ്ടേ. ആന മാത്രമല്ല പന്നിയും
കാട്ടുപോത്തും അതും ഇതൊക്കെ ആയിട്ട് അങ്ങനെ കുറേ ഇത് ചെയ്യുന്നുണ്ട്. ഇത് വെളുത്തുള്ളിയാണേ. വെളുത്തുള്ളിയൊക്കെ കണ്ടോ ചവിട്ടി മെതിച്ചോണ്ടാണ് ഇതിലപ്പോൾ ഇവർ കൃഷി ഇട്ടിട്ടേ ഉള്ളൂ. ഇതുകൊണ്ട് ഇതുപോലുള്ള ഒരുപാട് ബുദ്ധിമുട്ട് പിടിച്ച കാര്യങ്ങൾ ഇവിടുത്തെ ഈ കർഷകർ അഭിമുഖീകരിക്കേണ്ട ഒരു പ്രശ്നമാണ്. എന്താ കാബേജൊക്കെ കിടക്കണ്ടോ അതിനകത്തോടെ എല്ലാം ചവിട്ടി ഇറങ്ങി അവിടെ എല്ലാം ചവിട്ടി കളഞ്ഞിരിക്കുവാണേ. ഈ ഭാഗത്തെല്ലാം ആന കയറി ഇറങ്ങി പോയതാട്ടോ. ഇത് ഇന്നലെ രാത്രി കയറി ഇറങ്ങി പോയതാണെന്ന് പറഞ്ഞത്. 3, 4, 5, 6, 7 ആനയൊക്കെ ഉണ്ട്. കൂട്ടമായിട്ടൊക്കെ ആന ഇറങ്ങി വരുവേ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇവർ കറക്റ്റ് ചെയ്ത് കൃഷിക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആനയൊക്കെ വന്നു കഴിഞ്ഞ് മൃഗങ്ങളുടെ ശല്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കർഷകരൊക്കെ എന്തോ ചെയ്യും? അവസാനം ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്ത് സർക്കാരിൽ നിന്ന് ഒരു ആനുകൂല്യം നമുക്ക് ഇത് കിട്ടാനില്ല, കിട്ടത്തില്ല. നമുക്ക് എങ്ങനെ ഇപ്പോൾ സങ്കടമാണ് കാണുമ്പോൾ. എന്നാലും ദൈവമാണ് കൊണ്ട് നമുക്ക് ഇത് പുറത്ത് പറയാനുള്ള കണ്ടീഷൻ. അണ്ണൻ്റെ പേരെന്നാ? എൻ്റെ ഒരു മണികണ്ഠനാണ്. മണിയുടെ ഇത് അണ്ണൻ്റെ കൃഷിയിടമാണ്? എൻ്റെ കൃഷിയിടമാണ്. ആണല്ലേ. അപ്പോൾ കഴിഞ്ഞ ദിവസം ആന വന്ന് ചവിട്ടി പോയി ബുദ്ധിമുട്ടായി. ഇത് 3-4 പ്രാവശ്യത്തിനകത്ത് കയറി ഇറങ്ങി ഞങ്ങളിങ്ങനെ മണ്ണ് മാന്തുക, വളമിടുക, ഇങ്ങനെ 4 പ്രാവശ്യമാണ് ഇതിനകത്ത് കയറി ഇറങ്ങി. ഈ മാസത്തിൽ തന്നെ. അപ്പോൾ എന്ത് ചെയ്യുന്നത് നമുക്ക് ഒരു പിടിപാട്. ഞങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് രാത്രിയും പകലും ഉറക്കം വെച്ച് പടക്കം പൊട്ടിച്ച് ഇങ്ങനെ വെറുതെ അവിടെ ഇവിടേക്ക് ഇങ്ങനെ കുത്തിയിരിക്കുവാണ്. ഇവിടെ എൻ്റെ മാത്രമല്ല, എൻ്റെ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ മൊത്തം ഏകപ്പെട്ട ആളുകൾ ഇങ്ങനെ വയറ്റിൽ പണി കൊടുത്തിരിക്കുവാണ് ഈ ആണെങ്കിൽ. പക്ഷെ സർക്കാർ ഇതിന് ഒരു ഇത് മുന്നാണ് ഇപ്പോൾ ഇതുവരെ ഒന്നും എടുത്തിട്ടില്ല. ഇനി എടുക്കുമെന്ന് നമുക്കൊരു സംശയമാണ്. ഞങ്ങളിങ്ങനെ കൃഷി പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ശരി, ഓക്കെ. സ്ട്രോബെറി കൃഷിക്ക് വേണ്ടി പഞ്ചായത്തൊക്കെ ഇവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുന്നതാണ് ഇത് കേട്ടോ. ഇത് കാന്തല്ലൂരുള്ള പെരുമല എന്ന് പറഞ്ഞ സ്ഥലത്തെ മലയാള ഭഗവതി എന്ന് പറഞ്ഞൊരു ക്ഷേത്രമാണ്. ഇതിൻ്റെ ചുറ്റുപാടും പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു വരാം. ഇത് എത്ര കാലം പഴക്കമുണ്ടേ? ഇത് എൻ്റെ ചെറുപ്പം ഇത് പൂർവികമായിട്ട് ഉള്ളതാണ് ഇവിടെ. ആണോ? അതെ. ഇത് പൂർവികമായിട്ട് നമ്മൾ കാണാൻ എല്ലാ ആളുകളും പോയിട്ട് ഇവിടെ പൂർവികമായിട്ട് ഉള്ളതാണ്. പൂർവികരുടെ കാലം പോലെ ഇത് ഉള്ളതല്ലേ? ഇത് നല്ലൊരു പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ. എന്തായാലും ഇവിടുത്തെ ആൾക്കാരുടെ കുടിയേറ്റ കാലത്തൊക്കെ ഉള്ള ഒരു അമ്പലമാണിത്. കാണാനും വളരെ ഭംഗിയാണ്. ഒരു നല്ലൊരു ശില്പചാരുതയിലൊക്കെയാണ് ഇതിൻ്റെ നിർമ്മാണവും മറ്റു കാര്യങ്ങളൊക്കെ. ഉത്സവത്തിനൊക്കെ നടപ്പന്തലൊക്കെ ഇട്ടോ അല്ലേ? ശിവരാത്രിക്കൊക്കെ ഒരുപാട് ആൾക്കാർ കൂടുന്ന പരിപാടിയാണ്. ഇത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോഴുള്ളൊരു കവാടമാണ്. ഫസ്റ്റിലൊരു ഇവിടെ ഒരു കോയിലുണ്ട്, ഒരു ഗണപതി കോയിൽ. അത് കഴിഞ്ഞിട്ടാണ് മെയിൻ ക്ഷേത്രം ഇത്. ഇവിടെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ കൃഷിയൊക്കെ ഇവർ ഇട്ടിട്ടേ ഉള്ളൂ കേട്ടോ. വിളവെടുപ്പിൻ്റെ ഒരു സമയമല്ല. അപൂർവം ചില ഐറ്റംസ് മാത്രമേ ഇപ്പോൾ ഇവർക്ക് വിളവെടുപ്പുള്ളൂ. കുറച്ച് സ്ട്രോബെറിയുടെ ഒക്കെ ഉള്ളൂ. അത് കുറച്ചൊക്കെ ഇങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല, കുറച്ചൊക്കെ ഉള്ളൂ. പിന്നെ മറ്റുള്ള കൃഷികളൊക്കെ ഇനി ഒരു ഓണം സീസണോട് കൂടിയേ ഇവിടെ വിളവെടുപ്പാവുള്ളൂ. ആ സമയത്ത് വന്നാൽ നമുക്ക് കുറേയധികം കൃഷി അതിൻ്റെ വിളവെടുപ്പും സാധനങ്ങളൊക്കെ കാണാൻ പറ്റുമേ. ഇനിയിപ്പോൾ നമുക്ക് താഴേക്ക് പോവാം. ഇതുണ്ടോ ഈ കൃഷിയിടങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുവാണേ. പിന്നെ അവിടെ ഇപ്പോൾ കുറച്ച് പയറും സ്ട്രോബെറിയും അങ്ങനെയുള്ളതൊക്കെയാണ്. പിന്നെ ഇവരുടെ വീടുകളൊക്കെയാണ് അങ്ങ് ദൂരോട്ട് കാണുന്നത്. ഇത് കാണാൻ വളരെ മനോഹരമാണ്. ഇതുകൊണ്ട് കൃഷികൾ നല്ല പച്ചപ്പായിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ്. ഇത് റെഡിയാക്കി എടുത്ത് കഴിഞ്ഞാൽ അടുത്ത കൃഷിയൊക്കെ ഇവിടെ മഴ ഇവർക്ക് ഒരു കാലാവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഒരു ഓക്കെ ആയിട്ട് കിട്ടുന്നില്ല. ചിലപ്പം മഴ കിട്ടും, ചിലപ്പം മഴ കാണത്തില്ല, ചിലപ്പോൾ നല്ല വെയിലായിരിക്കും, ചിലപ്പോൾ അത്ര നല്ല വെയിൽ കാണത്തുമില്ല. അങ്ങനെ ഒരു മിശ്രിതമായിട്ടൊരു കാലാവസ്ഥ ഇവിടെ. ക്യാരറ്റ് ഇതൊക്കെ ഇവിടെ തന്നെ വിളവെടുത്തുണ്ടാകുന്ന സാധനങ്ങളാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെയൊക്കെ തൈകൾ ഇവിടെ ഉണ്ട്. മാങ്ങ, വെളുത്തുള്ളി, നാരങ്ങ. ഇത് പ്ലംസ് അല്ലേ? പ്ലംസ്. ജബോട്ടിക്ക. ഇതൊക്കെ എന്നാ വിലയുണ്ട്? ഇതിന് കിലോയ്ക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ 1500 വിലയുള്ളതാണ്. ഇവിടങ്ങളിലോ? ഇവിടങ്ങളിൽ ഇപ്പോൾ കിലോയ്ക്ക് 500 രൂപ 600 രൂപ വിലയുണ്ട്. ഇത് ഇവിടെ തന്നെ ഉള്ള? ഇവിടെ തന്നെ ഉള്ള.
ഇത് അധികം അപൂർവമായിട്ട് ആരുടെ ഇല്ല. ഇത് 1-2 സ്ഥലങ്ങൾ നമ്മളൊരു അങ്ങനെ ഉണ്ടാവാറുള്ളൂ അല്ലേ? 1-2 സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. കൂടുതലൊന്നും ആരുടെ അടുത്ത് ഇല്ല ഇത്. എന്നുവെച്ചാൽ നമ്മളിവിടെ ഇവിടുത്തെ ഫ്രൂട്ട്സ് എല്ലാം കളക്ട് ചെയ്യുന്നുണ്ട്. കളക്ട് ചെയ്യുമ്പോൾ ഈ സാധനം ഇവിടെ 1-2 ആളുടെ ഒരു 2 പേരുടെ അടുത്ത് മാത്രമാണ് ഇത് കണ്ടിട്ടുള്ളത്. ഈ 1-2 പേരുടെ അടുത്ത് ഇതുള്ളൂ. 2 പേരുടെ അടുത്ത് മാത്രമേ ഈ നാട്ടിലുള്ളൂ. വേറെ അടുത്ത് ഓവറായിട്ട് കുറവാണ്. പിന്നെ ഒരു ടോപ്പൺസ് എന്ന് പറഞ്ഞ ഒരു പാലാട ഒരു ടോപ്പൺസ് സ്ഥലം ഒരു തോട്ടമുണ്ട്. പുള്ളിയുടെ തോട്ടത്തിൽ ഒരു മരമുണ്ട്. പിന്നെ അത് പുള്ളി അവിടെ കൃഷി കാണിക്കാൻ വേണ്ടി അതങ്ങനെ വെച്ചുണ്ട്. വേറെ 2 സ്ഥലത്ത് നമുക്ക് ഇത് ഓർഷൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മരമാണ്. ടോപ്പൺസിന്റെ തോട്ടം നമ്മൾ പോകുന്ന വഴിക്കാണോ? പോകുന്ന വഴിക്ക് അവിടെ ഒരു മരമുണ്ട് ഇതിന്റെ. ഓക്കെ. ഇവിടെ കൃഷി ചെയ്തവർ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ സ്ട്രോബെറിയെ. ഇതുണ്ടോ സ്ട്രോബെറി എന്നാ വില ഉണ്ടോ? സ്ട്രോബെറി 600 രൂപ. 600 രൂപ കിലോയ്ക്ക് വിലയുണ്ട് കേട്ടോ. ഇത് നല്ല ഫ്രഷാണേ. കാന്തല്ലൂരിലെ ടെറസ് ഫാമിംഗ് ഉണ്ടോ? ഇതെല്ലാം അവരുടെ കൃഷിയിടങ്ങളാണ് കേട്ടോ. നല്ല തട്ടുതട്ടായിട്ട് ഇതെല്ലാം ഉണ്ടാക്കിയിട്ടിരിക്കുന്നുണ്ടോ. ഇവരുടെ കൃഷിയൊക്കെ അവിടെയാണ്. അതുപോലെ അവരുടെ കാവൽപ്പുര, അതുപോലെ അവരുടെ താമസ സ്ഥലങ്ങളൊക്കെ അതിനടുത്ത് തന്നെ ഇതാ അവിടെ കാണാം നമുക്ക്. ഇനി നമുക്കിവിടെ തോപ്പൻസ് ഫാം എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട്സിൻ്റെ ഉണ്ടേ. ഇവിടെ കുറച്ചുകൂടി ആപ്പിളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. തോപ്പൻസ് ഫാം. അപ്പോൾ ഇതാണ് തോപ്പൻസ് ഫാമിൻ്റെ എൻട്രൻസ്. നമുക്ക് കയറി നോക്കാം. ഇതൊരു ആത്തയാണ് കേട്ടോ. ഒരു മുള്ളാത്തയല്ല, ഒരു മെക്സിക്കൻ ആത്തയാണ്. ഇതിവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് പറയണത്. ചെറിമോയ എന്ന് പറയുന്നത്. ചെറിമയ. ഇവരിവിടെ ആപ്പിളിൻ്റെ ഒക്കെ തൈ, സ്ട്രോബെറി തൈ ഒക്കെ വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോവാം. ഇവിടെ നമ്മൾ അപ്പുറത്ത് കണ്ടാലും കുറച്ചും കൂടെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ കാണാൻ പറ്റും നമുക്ക് താഴെ. അപ്പോൾ നമുക്ക് താഴോട്ട് പോയി നോക്കാം. നല്ല തൈകൾ, ചെടിത്തൈകളൊക്കെ കണ്ടോ. ഈ ചെടി കണ്ടോ, ഒരു നല്ല കളറല്ലേ. അതുപോലെ ഇവിടെ ഒരു മഞ്ഞ നിറമുള്ള ചെടിയുണ്ട്. ഇവിടെ ഇവർക്ക് റൂംസൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു ലേക്കൊക്കെ ഉണ്ട്. ഈ റൂംസിൻ്റെയൊക്കെ ഫ്രണ്ടിലായിട്ട് ഇവരുടെ കൃഷിയിടത്തിലേക്കൊക്കെ വെള്ളമൊക്കെ അടിക്കുന്ന ഒരു സാധാ നാടൻ ഒരു കുളം. അപ്പുറത്തെ റൂംസൊക്കെ അവർ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ റൂംസിലേക്കുള്ള വഴിയാണ്. പിന്നെ നമുക്ക് ഈ വഴിക്ക് പോകാം കേട്ടോ. ഇവിടെ കുറേ ഫ്രൂട്ട്സും ആപ്പിള് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. മരത്തക്കാളി ഉണ്ടോ? എന്താ ഇതിനകത്ത് ആപ്പിള് കായ്ക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് വവ്വാലിന് ശല്യമുള്ളതിൻ്റെ പേരിലാണ് ഉരങ്ങളും, അതുകൊണ്ടാണ് എല്ലാം വലയിട്ട് മൂടി വെച്ചിരിക്കുന്നത്. ആപ്പിള് ഇതെല്ലാം ഒരുപാട് വലയിട്ട് മൂടി വെച്ചിരിക്കുകയാണ്. പക്ഷികളുടെ മൃഗങ്ങളുടെയൊക്കെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം ആപ്പിളും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല റോസാപ്പൂ നിൽക്കുന്നുണ്ട്. ഇവിടെ കുറേ ആപ്പിൾ ചെടികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ. ഒരു വെട്ടി വിട്ടതും അവിടെ കാ പിടിച്ച് നിൽക്കുന്നതും ഒക്കെ ഉണ്ട്. ഈ വലയൊക്കെ ഇട്ട് മൂടി കെട്ടി വെച്ചേക്കുന്നുണ്ടോ. നമ്മൾ മേളിൽ പോയതിലും ഇവിടെ ആദ്യം വന്നാൽ മതി. ഇവിടെ കുറച്ചുകൂടെ നമുക്ക് കാഴ്ചകളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നേ. ഇത് പ്ലംസിൻ്റെ മരമാണേ. ഇതിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ കായൊക്കെ ഇതാ പ്ലംസ് കായൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ഉള്ളിലൊക്കെ അതിലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇത് ഈ വഴിസൈഡിൽ ഇങ്ങനെ ചേർന്ന് നിൽക്കൊണ്ട് ആൾക്കാർ പറിക്കും ശരിക്കും പറഞ്ഞാൽ. ഇതിൽ അധികമില്ല, അവിടെ ഇവിടെ ഓരോന്നേ ഉള്ളൂ. ഇത് നമുക്ക് താഴേക്ക് പോട്ടോ. ഇവിടെ ഓറഞ്ച് മരമുണ്ട്, മരത്തക്കാളിയുണ്ട്, ആപ്പിള്, പ്ലംസ്, ബ്ലാക്ക്ബെറി. ഇതെന്താണ് യെല്ലോ കപ്പോട്ടോ, അതെന്താണ് അതിന് ശരിക്കും അക്ഷരം അവിടെ പിടികിട്ടുന്നില്ലേ നമുക്ക്.
ഇതെല്ലാം ഓരോ തരം ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ്. അവിടെ അതാ വേറൊരു ടൈപ്പ് ഗ്രീൻ ആപ്പിളിൻ്റെ അത് നിറച്ചും കായിട്ട് നിൽക്കുവാണേ. ഇതിൻ്റെ എഴുത്ത് ഇപ്പോഴാണ് ഉണ്ടാവും കേട്ടോ. ഇത് യെല്ലോ സപ്പോട്ടയാണേ. ഈ തോപ്പൻസിൻ്റെ ഫാമിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഫ്രൂട്ട്സും അതിൻ്റെ ചെടികളും ഫലങ്ങളും ഫ്രൂട്ട്സും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടേ. പിന്നെ ഫ്രൂട്ട്സിൻ്റെ ഒരു സീസൺ അല്ല ഇപ്പം, അതുകൊണ്ട് അധികം ഒന്നും തരില്ല, അപൂർവം അതിലേക്കേ ഉള്ളൂ. ഇത് വാൾനട്ട് എന്ന് പറഞ്ഞ ഫ്രൂട്ട്സാണേ. ഇതൊക്കെ ഇവിടങ്ങളിൽ തന്നെയൊക്കെ ഉണ്ടാവുള്ളൂ, നമ്മുടെ നാട്ടിലൊന്നും ഇല്ല അങ്ങനെ. ഇവരുടെ ഈ തോട്ടം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഈ ആപ്പിൾ മരത്തിലൊക്കെ അത്യാവശ്യം ആപ്പിളൊക്കെ ഉണ്ട്. പിന്നെ ഇത് എന്താണെന്ന് നിങ്ങൾ പറയണം കേട്ടോ. എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയത്തില്ല. ഇത് ആപ്പിൾ മരമാണ്, മൂടിക്കെട്ടി വെച്ചേക്കുന്നത്. ആപ്പിളൊക്കെ ഉണ്ട്, കിളികളൊക്കെ കൊത്തായിരിക്കാൻ. പിന്നെ ഇതാ മാതളം. പിന്നെ ഇങ്ങോട്ട് ഓറഞ്ച്. അവിടെ താഴെ ഒരു ഫ്രൂട്ട്സ് മരം ഉണ്ട്, അതെന്താണെന്ന് പിടികിട്ടില്ല. അത്യാവശ്യം കായുണ്ടോ തേല്. ഇതിങ്ങനെ കുറച്ചുണ്ട് കേട്ടോ. ഓക്കെ ആണോ? സെറ്റാണ്. എങ്ങനെയുണ്ട് ഫ്രൂട്ട്സ് തോട്ടം കണ്ടിട്ടേ? അടിപൊളി. ഓക്കെ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ താഴോട്ടൊന്ന് പോയിട്ട് വരാം കേട്ടോ. വൈറ്റ് സപ്പോട്ട അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. അവക്കാഡോ, ബട്ടർ ഫ്രൂട്ട്, ഇത് പിന്നെ നമുക്ക് എല്ലായിടത്തും ഉണ്ടല്ലോ അല്ലേ. ഇവർക്കിവിടെ ഒരുവിധം നല്ല ഏരിയ തന്നെ ഉണ്ട് കേട്ടോ സംഭവങ്ങളെല്ലാം. അതുപോലെ തന്നെ റൂംസും ഒക്കെ ഉണ്ട്. ഇവിടെ കണ്ടിട്ട് വലിയ കുഴപ്പമില്ല. നമ്മൾ ആ ഒരു 20 രൂപ കൊടുത്തതിന് നഷ്ടമായിട്ട് തോന്നുന്നില്ല. അത്യാവശ്യം കാഴ്ചയുണ്ട്, ആപ്പിളുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. പക്ഷേ എവിടെയും ഒരുപാട് ആപ്പിളൊന്നും നമ്മളങ്ങനെ കണ്ടിട്ടില്ല. ഇത് അങ്ങോട്ട് റൂംസൊക്കെ പുതിയ റൂമുകളുടെ ഒക്കെ സംവിധാനമൊക്കെ നടക്കുന്നുണ്ട്. ഇവരുടെ തന്നെ ആയിരിക്കും അതല്ല. ഇത് ആപ്പിളാണേ. ഇവിടെ നമുക്ക് മുകളിലേക്ക് ഇതാ പെരുമല എന്ന് പറയുന്ന ഭാഗമാണ് ആ കാണുന്നത്. നമ്മൾ ആദ്യം അവിടെ ആയിരുന്നു പോയത്. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിയുമല്ലേ മേളിലോട്ട് കയറി പോകാം കേട്ടോ. ഇവർക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് ഫ്രൂട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ റൂംസ് ഉണ്ട്. നമ്മളാദ്യം കയറി വന്നപ്പോൾ തന്നെ ഇതിൻ്റെ അവിടുത്തെ ഒരു ബോർഡും മറ്റു കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ റൂമൊക്കെ ബുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടേക്ക് വരുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആ കാര്യങ്ങളൊക്കെ അറിയാം. ഇവിടെ ഇപ്പോൾ എന്ത് ഫ്രൂട്ട്സൊക്കെ ഉണ്ട്, എന്തൊക്കെ കാണാനുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് ആ നമ്പറിൽ നോക്കി വിളിച്ചിട്ടൊക്കെ വരാവേ. അപ്പോൾ നമുക്ക് നല്ല മുകളിലേക്ക് കയറി പോവാം. പേരെന്നാ? ഇവിടെ എത്ര കൊല്ലമായി? ഇവിടെ ഒരു 4-5 കൊല്ലമായി അല്ലേ? ആ, ഇവിടെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. ആ, കുറെ ആൾക്കാർ വരുന്നുണ്ടല്ലേ. ഇവിടെ തന്നെ ആപ്പിളൊക്കെ ഒത്തിരി ഉണ്ടോ? വിൽക്കുന്നുണ്ടല്ലേ? ഇപ്പൊ ആപ്പിളിന്റെ ഒരു സീസൺ അല്ലേ? ഓഗസ്റ്റിലാണോ? ആ ഒരു സമയത്ത് ഓരോന്നിനും ഓരോ സീസൺ അല്ലേ? ശരിക്കും ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് ഫ്രൂട്ട്സ് ശരിക്കും കിട്ടുന്നത്? എല്ലാ ഐറ്റങ്ങളും കിട്ടും. എന്നാലും പേരൊന്ന് പറയോ? ബ്ലാക്ക്ബെറി, സ്ട്രോബെറി, വയൻ, ഇത് ബ്ലൂബെറി, റാസ്ബെറി, ബ്ലൂബെറി, പിന്നെ നമ്മൾ ആപ്പിൾ, ആറഞ്ച്, ബ്ലാക്ക്ബെറി, പൈനാപ്പിൾ, ഗോവ, കിവി, യെല്ലോ സപ്പോട്ട, വൈറ്റ് സപ്പോട്ട, ബ്ലാക്ക് സപ്പോട്ട എല്ലാം ഉണ്ട്. എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. റൂമൊക്കെ ഉണ്ട്, സബർജില് എല്ലാ ഐറ്റം ഉണ്ട് ഇവിടെ. ലിച്ചി എല്ലാം. റൂംസൊക്കെ എന്നാ റേറ്റ് വരുന്നുണ്ട്? இப்போ ഞങ്ങള് ഇവർ കൊടുത്തത് പ്ലാംസ് 300 വെച്ച് കൊടുത്തു. ഇപ്പൊ മരുന്നിട്ടില്ല, എല്ലാം കണ്ടോ ആട്ടും ചാട്ടം തേടും. അതല്ല ഞാൻ ചോദിച്ചത്. റൂംസ്, ഹോം സ്റ്റേ അത് കോട്ടേഴ്സ് 3500 6 പേർക്ക്, 4 പേര് വെച്ച് താമസിക്കാനുള്ളത് 2500. ഭക്ഷണം ഉണ്ടാക്കുന്നവരും ഉണ്ടാക്കാൻ സെറ്റ് ഉണ്ട്. അപ്പൊ നമ്മള് ഫോൺ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരണം. അങ്ങനെ. അപ്പൊ ആയിക്കോട്ടെ, ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വന്നായിരുന്നേ. എവിടെ വരുന്നതാണ്? കട്ടപ്പന. ഇവിടെ നമുക്ക് നീലക്കുറിഞ്ഞിയൊക്കെ കാണാം കേട്ടോ. ഇതേ നിൽക്കുന്ന നീലക്കുറിഞ്ഞി. ഇത് 6 വർഷമായി എന്ന് പറഞ്ഞേ. 6 വർഷം കഴിഞ്ഞാൽ ഇത് പൂക്കുവേ. ഒന്ന് പൂത്തിട്ട് പിന്നെ അത് ഉണങ്ങി പോകും. അത് കഴിഞ്ഞ് വീണ്ടും പൊട്ടി കളിച്ച് വരുവേ. ഇതേ നിൽക്കുന്നുണ്ടോ നീലക്കുറിഞ്ഞി? നിങ്ങളാരും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ കേട്ടോ നീലക്കുറിഞ്ഞി. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആപ്പിളാണ് കേട്ടോ. ഇതുണ്ട് ആപ്പിൾ നിൽക്കുന്നത്. അതുപോലെ അതിനോട് ചേർന്ന് നീലക്കുറിഞ്ഞി നിൽക്കുന്നത്.
ഈ നീലക്കുറി നമുക്ക് സത്യം പറഞ്ഞാൽ വീടിൻ്റെ അവിടെ എവിടെ നിന്നെങ്കിലും കിട്ടും, എന്നെ കൊണ്ട് പിടിപ്പിക്കായിരുന്നു. 6 കൊല്ലം 12 കൊല്ലമായത് പൂക്കുള്ളെന്നാണ് പറയുന്നത്. എന്തായാലും ഈ തോപ്പൻസിൻ്റെ ഫാമിൽ അത്യാവശ്യം കാഴ്ചകളുണ്ട് കേട്ടോ. കാന്തല്ലൂർ ടൗൺ കണ്ടോ, ഇതെല്ലാം ഓഫ് റോഡ് ജീപ്പുകളായി കിടക്കുന്ന കേട്ടോ. ഇവരെല്ലാം നമ്മളെങ്ങോട്ടേക്കെങ്കിലുമൊക്കെ ഓട്ടം വിളിച്ചാൽ വരുവേ. ഇവിടെ എല്ലാം നമ്മളെ കൊണ്ടുവന്ന് കാണിച്ചു തരും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ പഞ്ചായത്തിൻ്റെ ആ ഒരു ഓഫീസിൻ്റെ കെട്ടിടത്തിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. ഇതാണ് കാന്തല്ലൂർ പഞ്ചായത്ത് ഓഫീസ്. നമുക്ക് അവിടെ നിന്ന് ഈ വഴിക്ക് പോയാൽ ഭ്രമരം വ്യൂ പോയിൻ്റ്, തേൻപാറ എന്നീ വ്യൂ പോയിൻറ്റുകൾ കാണാവുന്നതാണ്. അപ്പോൾ ആ വഴിക്ക് നമുക്ക് പോകണം. ഇതിക്ക് മുന്നേ ഇവിടെ ഇപ്പോൾ പുതുതായിട്ട് ഒരു സിപ്പ് ലൈനിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഇതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളായിരുന്നു. ഇപ്പോൾ അത് സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് കണ്ടോളേ. ഇവിടെ മനോഹരമായൊരു കടയൊക്കെ ഉണ്ട്. ചായ, കാപ്പി, കൂൾ ഡ്രിങ്ക്സ്, ഇവിടുത്തെ ഗ്രാമങ്ങളിലുണ്ടാക്കുന്ന പല പല ഐറ്റംസൊക്കെ ഇവർ ഇവിടെ വിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സിപ്പ് ലൈൻ. അന്ന് വന്നപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. സിപ്പ് ലൈൻ എത്രയാണ് റേറ്റ്? ഒരാൾക്ക് 500. എത്ര മീറ്ററാണ്? 250. പോകുമ്പോൾ 250, വരുമ്പോൾ 250. 500 മീറ്ററിന് 500 രൂപ ഒരാൾക്ക്. ഓക്കെ, അപ്പോൾ ഒരാൾക്ക് 500 രൂപയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ കയറാൻ ആളില്ല എന്ന് തോന്നുന്നു. ഇല്ലാതെ നമുക്കൊന്ന് കാണാമായിരുന്നു. പിന്നെ ഇവിടെ ഒരു ഗ്യാലറിയൊക്കെ ഉണ്ട്. പുറത്തേക്ക് നല്ല കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അതുകൊണ്ട് ആ വഴിക്കാണ് നമ്മൾ ഭ്രമരം വ്യൂ പോയിൻ്റൊക്കെ കാണാൻ വേണ്ടി പോകുന്നൊരു റൂട്ടാണത്. ഇതിൻ്റെ മുകളിലത്തെ തട്ടി കയറിയിട്ട് അങ്ങോട്ടാണ് ആദ്യം പോകുന്നത്. അത് കഴിഞ്ഞാൽ താഴത്തെ തട്ടി കൂടെ ഇങ്ങോട്ട് വരും. ഇവിടെ വന്ന് നമുക്ക് ലാൻഡ് ആവാം. ഇതാ അവിടെ ദൂരെ കണ്ടോ, അവിടുന്ന് ഇങ്ങോട്ട് വരും കേട്ടോ. ഇവിടുത്തെ കാലാവസ്ഥ മൊത്തത്തിൽ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഞ്ഞും കാറ്റും തണുപ്പും ചാറ്റൽ മഴയും എല്ലാം കൂടെ നല്ല പ്രകമ്പനമാണ്. ഇപ്പോൾ നമ്മൾ ഈ വഴിക്ക് വരുമ്പോൾ ഇതാണ് തേൻപാറ കേട്ടോ. ഹണി റോക്ക് എൻട്രി. നമുക്കൊന്ന് പോയി നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് കയറിയായിരുന്നു. അന്ന് ഞാൻ തേനൊന്നും കണ്ടില്ല. ഈ പാറ ഇവിടെയൊക്കെ കണ്ടോളൂ. ഇവരിവിടെ തേനൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടേ. കാട്ടുതേനൊക്കെ ഇത് കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ആണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇവിടെ ഇനിയിപ്പോൾ ഒരു കട പോലെയൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. എവിടെ ചേട്ടാ? മുകളിലുണ്ടോ? കുറേ കയറി പോകണ്ടോ? ആ, അപ്പോൾ ഇതാ ഈ വഴിക്ക് പോകണം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല. ഇപ്പോൾ നമ്മളെ ഈ തേൻപാറയുടെ അവിടെയാണേ. അപ്പോൾ ഇവിടെ തേൻ കൂട് കൂട്ടിയിരിക്കുന്ന കാണാമെന്നാണ് പറയുന്നത്. നല്ല ഹൈറ്റുള്ളൊരു പാറക്കെട്ടാണ് ഇത്. അപ്പോൾ നമുക്ക് ഏതായാലും ഒന്ന് പോയി നോക്കാം. ഹെൽമെറ്റ് തലയിരിക്കുക, വണ്ടിയെ വെച്ചില്ല. ഞാനിന്ന് വണ്ടി എടുത്തില്ല, ബിനുവിൻ്റെ വണ്ടിയല്ല പോകുന്നത് കേട്ടോ. നല്ല കയറ്റമാണ് മുകളിലോട്ട്. ഇവിടെ പിടിച്ച് കയറാനായിട്ടൊക്കെ കൈപിടിയൊക്കെ വെച്ചിട്ടുണ്ടേ. പിന്നെ ഇതെവിടെ ഒരു ഗേറ്റൊക്കെ ഉണ്ട്. ഇവിടെ വഴിയൊക്കെ തെളിച്ചിട്ടിരിക്കുക. ഇതൊരു കൃഷിയിടമാണേ. കാപ്പിയൊക്കെ ഉണ്ട്. കാവേരി കാപ്പി, കാവേരി അറബി കാപ്പിയാണ്. ഇത് കുറച്ച് മുകളിലോട്ട് പോകാനുണ്ടല്ലോ. അയ്യോ, ആ പാറ കണ്ടോ? അവിടെ കൂടെ തേനുണ്ട് കേട്ടോ. അതാണ് ഈ തേൻപാറ എന്ന് പറയുന്നത്. പെരുന്തേനാണേ മുഴുവനും. ഇതിലെ കൂടെ ഒരു വഴി ഇങ്ങനെയുണ്ട് മുകളിലോട്ട്. ഓ, കുറച്ച് നടക്കാനുണ്ടെന്ന് തോന്നുന്നത്. ഇവിടുന്ന് ഒരു ചെറിയ വ്യൂ ഒക്കെ കാണാവേ. കാന്തല്ലൂർ പഞ്ചായത്ത് ഓഫീസിൻ്റെ അവിടെ നിന്നാണ് നമ്മളിങ്ങോട്ട് ഇറങ്ങി വന്നേ. സിപ്പ് ലൈനും ഒക്കെ നമുക്ക് കാണാം. അതാ കണ്ടോ, അതിലേ ഇങ്ങനെ വന്നിട്ട് ഇതാ ഇതിലേ ഒരു വഴിയുണ്ടേ. ആ വഴിക്കാണ് നമ്മൾ കയറി വരുന്നത്.
ഓ ഇത് നല്ലൊരു കയറ്റം ഉണ്ടായിരുന്നു കേട്ടോ. ഈ പാറയുടെ ഒരു ഹൈറ്റ് ഉണ്ട്. അതിൻ്റെ മുകളിൽ തേനുണ്ട് കേട്ടോ. തേൻ റാട്ടായിട്ട് വെച്ചിരിക്കുന്നുണ്ട്. ഇതിലേ നല്ലൊരു വഴി കേട്ടോ. കേട്ടോ മുകളിലേക്ക് കുറേ വർഷങ്ങളായിട്ട് തേനീച്ചയെല്ലാം കൂടെ ഇങ്ങനെ കൂട് കൂട്ടി വെച്ചിരിക്കുക. പെരുന്തേനാണേ. അവിടെ ഈച്ച കുറച്ച് ഇളകിയിട്ടുണ്ടല്ലോ. ഓ വല്ലാത്തൊരു പാറ ചെയ്തു കേട്ടോ. പാറയിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് വീണ് ഇവിടെ ഇങ്ങനെ താളം കെട്ടി കിടക്കുവാണ്. ഇവിടെ നമുക്ക് ഒരുപാട് കളിക്കാതിരിക്കുന്നല്ലേ. കാരണം എന്നാണെന്നറിയോ, ഈച്ച ഇങ്ങനെ ഇളകി കളിക്കുന്നുണ്ട്. ചിലപ്പോൾ പരുണ്ട് മാന്തിയതാണോ ഇനി വെള്ളം വീണിട്ടാണോ എന്ന് അറിയത്തില്ല. അവിടെ കുറച്ച് ഈച്ച ഇങ്ങനെ ഇളകി നിൽക്കുന്നുണ്ട്. പണ്ടൊരിക്കൽ എനിക്കിട്ട് ഇങ്ങനെ തേനീച്ചയുടെ കുത്ത് കിട്ടിയിട്ടുള്ളതാണ്. പരുന്ന് മാന്തിയിട്ട് അതിൻ്റെ കീഴെ കൂടെ ഞാനിങ്ങനെ പോയതാണ്. നടന്നു പോയപ്പോൾ ഒരു ഈച്ച വന്ന് എനിക്കിട്ട് ഇങ്ങനെ ഇതാക്കി. അപ്പോൾ ഞാനിട്ടൊരു തട്ട് കൊടുത്തപ്പോഴത്തേക്ക് പൂക്ക് ഈച്ച ഇങ്ങ് വന്നില്ലേ. ഞാൻ അടുത്തുള്ളൊരു വീട്ടിൽ ഓടിക്കയറി. എന്നിട്ടത് വെന്റിലേറ്റർ വഴി നമ്മുടെ അടുത്തേക്ക് വന്നേ. 2-3 കുത്തൊക്കെ എനിക്കിട്ട് കിട്ടിയായിരുന്നു. അതുകൊണ്ട് ഈച്ച ഇളകി നിൽക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് എല്ലായിരിക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു പാറ നിറച്ച് തേനീച്ചക്കൂട് തന്നെയാണ് കേട്ടോ. മുകളിലോട്ടും എല്ലാം ഈച്ച ഇളകി നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ കൂടുതലും പിന്നെ അങ്ങോട്ട് പോകാത്തത്. നമ്മൾ കൂടുതലുള്ള ഒരുത്തുണ്ട്, അവൻ അങ്ങോട്ട് കയറി പോയിട്ടുണ്ട്. മരത്തിന്റെ അപ്പുറം സൈഡ് കുറച്ച് താഴ്ന്നു പോയതുണ്ടല്ലേ, അവിടെ മാത്രമേ എടുക്കുള്ളൂ. അവിടെ ഉള്ളൂ. ഇങ്ങോട്ട് മുകളിലോട്ടുള്ള തേൻ എടുക്കില്ല. ആൾക്കാർ ഇപ്പൊ ഇല്ല, പണ്ടെടുക്കുമായിരുന്നു അല്ലേ. ഇപ്പൊ ഇല്ല, ഒക്കെ മൂലയ്ക്ക് മാത്രമേ എടുക്കത്തുള്ളൂ. ഇപ്പൊ മോളിക്കുള്ള മാത്രം പോയപ്പോ കണ്ടു. കണ്ടു. അവിടെ ഈച്ച കുറച്ച് ഇളകിയിട്ടുള്ളൂ. അതാണ് ഈ ചെലവ് അത് കുഞ്ഞ് മാറുമ്പോ മാറുമ്പോൾ അല്ലേ. എത്ര വർഷമായിട്ട് ഇവിടെ ഈ തേനീച്ചുണ്ട്? നമ്മൾ ജനിക്കുമ്പോ മുമ്പേ ഉള്ളൂ. പേരെങ്ങനെയാ? എന്റെ പേരാ അളകർ സ്വാമി. ഇവിടുത്തെ ലോട്ടമാണോ? ഇതന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണോ? പ്രൈവറ്റ് അല്ലേ? അണ്ണന്റെ സ്ഥലമാണോ ഇത്? നിങ്ങളുടെ സ്ഥലമല്ലേ? അപ്പോൾ ഈ അണ്ണൻ്റെ ഒക്കെ കൃഷിയിടത്തിൽ കൂടെ ഇന്നലെ ആന കയറി വന്നിട്ടുണ്ടായിരുന്നേ. ഇവിടെ ഇവരുടെ കുറേ സംഭവങ്ങളൊക്കെ അവരുടെയൊക്കെ ചവിട്ടി ചെടികളും പച്ചക്കറികളും അങ്ങനെയുള്ള സാധനങ്ങളും വെച്ചിട്ടുണ്ട്. അതെല്ലാം ചവിട്ടി കളഞ്ഞിട്ടുണ്ട്. അതുപോലെ ആ വേലിയൊക്കെ കണ്ടോ പെടത്തി കളഞ്ഞു. ആന ഉദ്ദേശിച്ച സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പല ഇവിടെ നിൽക്കുന്നു കേട്ടോ. ഇത് പറിക്കാനായത് അത് നോക്കിയത്. പക്ഷേ അത് വിജയിച്ചില്ലാന്ന് തോന്നുന്നു. അവർ ഇതിലേ വന്നിട്ട് അggലെ ഈ സൈഡിൽ കൂടെ അല്ലെങ്കിൽ ഈ വഴി കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടേ. എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന് അറിയത്തില്ല. ഇവരുടെ കാപ്പി തോട്ടത്തിൽ കൂടെ ഒക്കെ അങ്ങ് പോയിട്ടുള്ളത്. ഇത് ഭ്രമരം വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴിയാണേ. ജീപ്പുകളെല്ലാം ഇപ്പോൾ ഇവിടം വരെ മാത്രമേ വരുന്നുള്ളൂ തോന്നുന്നു. താഴോട്ട് പോകുന്നില്ല. വഴി മോശമായിട്ടായിരിക്കും. നമ്മൾ താഴെ നിന്ന് കയറി വന്ന വഴിയാണത്. ഇവിടെ കുറച്ച് ഫാമും ഹോം സ്റ്റേ ഒക്കെ ഉണ്ട്. മഡ് ഹൗസ്. ഇവിടെ കുറേ ചെടിയൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ പൂക്കളും ഇങ്ങനെ ഒന്ന് ഭംഗിയാണ്. ഇതാണ് കേട്ടോ ഒരു ഫാം. ഇത് സ്ട്രോബെറി ഫാമാണ്. പിന്നെ ഇവർക്കൊരു കടയൊക്കെ ഉണ്ട് ഇവിടെ. ആ കട ഈ ഭാഗത്ത് നിന്ന് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ ഒക്കെ ഇന്നലെ ആന വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലെ മുകളിലായിട്ട് ഒരു വഴി പോകുന്നുണ്ടേ. ഭ്രമരം വ്യൂ പോയിൻ്റിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ബിനുവിന് കൂടെ വന്നപ്പോൾ ഇനിയിപ്പോൾ അവിടം വരെ നമുക്ക് ഒന്നുകൂടെ പോകാതിരിക്കാൻ പറ്റത്തില്ല. കാരണം പുള്ളിക്ക് വഴി അറിയത്തില്ല. കൂടത്തിൽ പോയി ചെറുതായിട്ട് ഒന്നുകൂടെയൊക്കെ അത് കണ്ടുവരാവേ. ഇവിടത്തേക്ക് മഡ് ഹൗസ് ഉണ്ടോ? ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ട് സ്ട്രോബെറി ഉണ്ടോ അതിൻ്റെ ഇലയും. ഇവിടെ ഒരു നീലക്കുറിഞ്ഞൊരു ചെടി നിൽപ്പുണ്ട് കേട്ടോ. ഇത് കണ്ടോ നിൽക്കുന്ന ചെടി. ഇത് 12 വർഷം കൂടുമ്പോൾ പൂക്കുവേ. ഇവിടെ 2 കരിങ്കൂട്ടന്മാരൊക്കെ ഉണ്ട്. അപ്പുറത്ത് 2 പാണ്ടന്മാരൊക്കെ ഉണ്ട്. ഇവിടെ 2 കരിങ്കൂട്ടന്മാർ. മിനിമം ഒന്ന് വേഗം വാ, ആനയുണ്ടെന്നാണ് പറഞ്ഞത് താഴെ. അപ്പോൾ പിന്നെ നമ്മളവിടുന്ന് ഓടേണ്ടി വരും. അതുകൊണ്ട് വേഗം പോയിട്ട് കയറി വരാം. ഇത് കണ്ടോ ഓഫ് റോഡ് അതിനെക്കാട്ട് കടകട്ടാൾ ഇവിടെ വഴി കിടക്കില്ല. കാരണം എന്താണെന്നറിയോ, ഇവിടുത്തെ ഓഫ് റോഡ് ഈ ജീപ്പൊക്കെ ഓടി ഈ വഴി ഈ ഒരു പരുവത്തിലായി കേട്ടോ. അതുകൊണ്ടിപ്പം പ്രൈവറ്റ് വണ്ടിക്ക് മാത്രമേ ഇങ്ങോട്ട് പോകാനുള്ളൊരു പെർമിഷനുള്ളേ. പ്രൈവറ്റ് അല്ലാത്തൊരു വണ്ടി ഇറങ്ങി വരുന്നുണ്ടോ. ജീപ്പ് വരുന്ന നോക്കിയേ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇങ്ങനെ തന്നെ കിടക്കുക. ഇവിടെ ഒന്നും ഒരു പ്രവർത്തനം നടക്കുന്നില്ല കേട്ടോ. ഇവിടെ കുറേ പൈസ ഒക്കെ മുടക്കി ഇങ്ങനെ ഒരു ഷെഡുകളും കാര്യങ്ങളൊക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ വണ്ടി ഇറക്കരുതെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ആ വണ്ടി ഇട്ട് ഉരുട്ട് കണ്ടോ. നമുക്ക് ഇവിടെ നിന്ന് 2 കടിഞ്ചായൊക്കെ കുടിച്ചാൽ 2 കടിഞ്ചായ
ഇതാണ് അങ്ങോട്ടുള്ള എൻട്രൻസ് കേട്ടോ. പക്ഷെ നമുക്ക് ഈ ചെറിയ ചാറ്റമഴയുണ്ട്, അതൊന്ന് പോട്ടെ, എന്നിട്ട് അങ്ങോട്ട് കയറി പോകാം. ഭ്രമരം വ്യൂ പോയിന്റിൻ്റെ ഈ ഭാഗത്ത് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പഴയ പോലുള്ള കടകളും ഒക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇച്ചിരി പച്ചപ്പ് വന്നിട്ടുണ്ട്, ഗ്രീനറി. ഈ ജീപ്പിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടേ. ഈ കാണുന്നതെല്ലാം പുൽത്തൈലം വാറ്റിയെടുക്കുന്ന പുല്ലാണേ, തെരുവ് പുല്ല്. ഈ പുല്ല് നമ്മുടെ അവിടുത്തെ പുല്ല് പോലെ ഇതിനൊരു പ്രത്യേക ഇച്ചിരി മാറ്റമുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഒരു നീല കളറൊക്കെ ഇതിനുണ്ട്. അങ്ങനെയുള്ള പുല്ലിലാണ് കൂടുതലായിട്ട് തൈലം ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ ഓലയ്ക്ക് ഇച്ചിരി വലിപ്പക്കുറവുണ്ടേ, ചെറുതാണ്. ഇത് അവിടെ വാറ്റുന്നൊരു വാറ്റുവരെയൊക്കെ ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപോവാം. അതാണിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ഇത് അവിടെ ഒരു കടയുണ്ട്. ഇവിടെ എല്ലാം ഈ മഡോസ് പോലത്തെ കടകളുണ്ട് ഒത്തിരിയേ. പിന്നെ ഇതുണ്ടോ, ഇവിടുത്തെ ഈ യൂക്കാലി മരത്തിൻ്റെ കമ്പൗണ്ട് ഉണ്ടാക്കി വെച്ച ബെഞ്ചും കസാരയൊക്കെ. അതുകൊണ്ടാണ് ഇവിടെ കൂടുതലും അവർ ഈ വീടുകൾ ഉണ്ടാക്കുന്നു, ഇതുപോലെ ഈ ഏറുമാടം ഉണ്ടാക്കുന്നു എല്ലാം. ഇതിന് മുകളിൽ ഏറുമാടമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കയറിയോണ്ട് ഇപ്രാവശ്യം കയറുന്നില്ല. ലെമൺ ഗ്രാസ് അതിൻ്റെ ഓയിലും കിട്ടുന്നത് ഇതുകൊണ്ട് അവിടെയാണേ. അവിടെ ഒരു പുൽത്തൈലം വാറ്റിയെടുക്കുന്നൊരു പെരയുണ്ട്, തൈലപ്പെരയുണ്ട്. നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇവിടെയുണ്ട് ആപ്പിൾ കേട്ടോ. ഇവിടെ കായിട്ട് നിൽക്കുന്നുണ്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആ കായ അത്ര സെറ്റപ്പല്ല, പൂവായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നുള്ളേ. ഇപ്പോഴത് കായായതാ, കുറച്ച് നല്ല പൂക്കളൊക്കെ ഉണ്ട്. അവിടെ സൂര്യകാന്തിയൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ടോ. ഇവിടെ ഉണ്ടായിരുന്നു, ഇത് കരിഞ്ഞു പോയി, ഉണങ്ങിപ്പോയി. പുൽത്തൈലം പാറ്റുന്ന പെര. ഈ ഒരു മേഖല ഒരു മിനി പൂന്തോട്ടമാണ് കേട്ടോ. ഇവിടെയും ഒരു നീലക്കുറിഞ്ഞി നിൽക്കുന്നുണ്ടേ. ഇതുണ്ടോ, വാഴപ്പൂവ്. കുറച്ച് സ്ഥലം ഇവിടെ ഇവരുടെ ഇത് ഉള്ളെങ്കിൽ ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അവിടെ കുറച്ച് ഭാഗത്ത് ചോളമൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ചീരയോ എന്തൊക്കെയോ കൃഷികളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവരിവിടെ താമസിക്കുന്ന പെര കണ്ടോ. ഇത് ഫുള്ളായിട്ട് മണ്ണുകൊണ്ടും കമ്പുകൊണ്ടും പുല്ലുകൊണ്ടും ഒക്കെ ഉണ്ടാക്കിയാണേ. ഇതിവിടെ തേനൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ ഇവിടെ തന്നെ ഉള്ളതാണ്. തേന്, പുൽത്തൈലും യുക്കാലിത്തൈലും ഒക്കെ ഉണ്ട്. അതുപോലെ മരത്തക്കാളി, പാഷൻ ഫ്രൂട്ട്, മാങ്ങ, ചെറുനാരങ്ങ, ഇതെല്ലാം ഇവിടെ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്ന സാധനങ്ങളാണ്. പാഷൻ ഫ്രൂട്ട് ഇതാ കായ്ച്ച് കിടക്കുന്നു. ഇനിയിപ്പോൾ ഇത് പഴുത്തൊക്കെ ആയി റെഡിയായി വരണം. അതുപോലെ ഒരു മാതളമുണ്ട് ഇവിടെ. ഒന്നല്ല, കുറേയധികം ഉണ്ട്. ഇവരുടെ വീട് ഈ ഷെഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതുകൊണ്ട് ഈ യുക്കാലിയുടെ മരവും അതുപോലെ ഇത് ഈ പുൽത്തൈലത്തിൻ്റെയൊക്കെ പുല്ലാണ് കേട്ടോ, മേച്ചിൽ പുല്ല്. അത് ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത്. ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമല്ലേ. പക്ഷേ ഈ ഭാഗത്തൊക്കെ വന്നാൽ നമുക്ക് ഇതുപോലുള്ള ഷെഡുകളും വീടുകളൊക്കെ കാണാൻ പറ്റുമേ. നമ്മൾ ഈ പ്രമേയം വ്യൂ പോയിന്റിൽ ഇവിടെ ഈ സ്ഥലവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടുത്തെ ഈ സർക്കാരിൻ്റെ സ്ഥലമാണിത്. ഇതിൻ്റെ നടത്തിപ്പുകാരെന്ന് പറയുന്നത് ഇവിടുത്തെ ആദിവാസികളായിട്ടുള്ള ആൾക്കാരാണ്. ഈ പുൽത്തൈലം ഉണ്ടാക്കുന്നതും അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നതല്ല. അപ്പോൾ അവരാണ് ഇതിൻ്റെ നടത്തിപ്പുകാർ. അതുകൊണ്ടാണ് അവർ 20 രൂപ നമ്മളോട് പിരിവൊക്കെ മേടിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് അവരുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്, അവരുടെ ശമ്പളമൊക്കെ വെക്കുന്നത്. ഇനി നമുക്ക് ആ ഭ്രമരം വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഭാഗത്തേക്ക് പോട്ടോ. ഒരു നേരത്തെ നമ്മൾ പോയിട്ടുള്ളൂ അല്ലേ, ആ ഭാഗം ഒന്നുകൂടെ കാണാം. ബിനു തകർപ്പൻ വ്ലോഗിങ്ങാണ്. ബിനുവിനെ കാണിക്കാൻ വേണ്ടി ഇങ്ങോട്ടെല്ലാം വന്നു കേട്ടോ. ഇവിടെ കണ്ടോ ഒരു ഹട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഓ, താഴ്ഭാഗം മൊത്തത്തിൽ മഴയാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ കണ്ടോ എന്താ ഒരു ഭംഗി നോക്കി. ഇന്നിപ്പോൾ അത്ര വെയിലൊന്നുമില്ല, മഴയുടെ മൂടലും താഴ്വാരത്ത് ചെറിയ ചാറ്റൽ മഴയൊക്കെയാണ് കൂടുതലായിട്ടും. ഈ ഭാഗത്തൊക്കെ ഒരുപാട് ആൾക്കാർ ഈ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ. ഈ ലെമൺ ഗ്രാസ് ഇങ്ങനെ നിൽക്കുന്നതാണ് ഒരു പ്രത്യേക ഭംഗിയായിട്ടല്ലേ. നല്ല പട്ട് വിരിച്ചു അല്ലെങ്കിൽ
ഇതിനകത്തൂടെ ആണ് നമ്മുടെ മോഹൻലാൽ വന്ന് ഭ്രമരം പടത്തിൻ്റെ ക്ലൈമാക്സ് സീനൊക്കെ എടുത്ത് പോയത്. അതുകൊണ്ടാണ് ഇതിന് ഭ്രമരം വ്യൂ പോയിൻ്റ് എന്ന് ഉള്ള പേര് കിട്ടിയിരിക്കുന്നത്. അതുവരെ ഇത് അധികം ആൾക്കാരൊന്നും അറിയപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നില്ല. കാട്ടുമൃഗങ്ങളുടെയൊക്കെ ഒരു വിഹാര കേന്ദ്രമായിരുന്നു. എന്തായാലും നമ്മുടെ മോഹൻലാൽ വന്നിട്ട് പോകുന്ന സ്ഥലങ്ങളെല്ലാം അടിപൊളിയാണ്. നമ്മുടെ അവിടുത്തെ ലൂസിഫർ ചർച്ച് ആ ഭാഗങ്ങളൊക്കെ അവിടെയും അറിയപ്പെടാതെ കിടന്നൊരു സ്ഥലമല്ലായിരുന്നു. ഇപ്പോൾ അവിടെയൊക്കെ ഒരു ദിവസം എത്ര പേര് വരുന്നുണ്ട്. അവിടെയൊക്കെ മഞ്ഞിറങ്ങാൻ തുടങ്ങിയോ. ഇവിടെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ വന്ന വഴി നോക്കിയാണ്. താഴ്ഭാഗത്തൊക്കെ മഴ പെയ്യുന്നുണ്ടോ? ഇവിടെ ശരിക്കും കാണാമോന്നറിയില്ല, എങ്കിലും നമുക്കിവിടെ കാണാം. ഇവിടുന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കോവിൽക്കടവ്, മറയൂർ ഭാഗങ്ങളൊക്കെ കുറേശ്ശെ കാണാം. ആ കാണുന്നതൊക്കെയാണ് കേട്ടോ. നമ്മൾ അതിലേക്കായിരുന്നു ഇങ്ങോട്ട് കയറി വന്നേ. താഴെ ആനക്കൊട്ടപ്പാറയൊക്കെ അങ്ങ് താഴെ അതാ കാണുന്നു. തിരിച്ചു പോകുമ്പോൾ വേണം അവിടെ ഒന്ന് കയറാൻ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ അവിടെ കയറിയില്ല കേട്ടോ. ഈ മഴ പെയ്ത് വരുന്നത് എങ്ങനെയുണ്ട് കാണാവോ? ഒരു പൊളിയല്ലേ. ഇത്രയും ഒരു വ്യൂ പോയിന്റിലൊക്കെ നമ്മൾ കാണുമെന്ന് വെച്ചാൽ ആ സൈഡിലായിട്ട് കീഴാന്തൂര് ഭാഗം ആ കാണുന്നു കേട്ടോ. എന്തായാലും ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഒരു മടുപ്പൊന്നും ഉണ്ടാവില്ല. ഈ കണ്ട കാഴ്ചയാന്ന് പറഞ്ഞാലും പിന്നെയും പിന്നെ കാണാനേ ഒരു പ്രത്യേക ഭംഗിയല്ലേ. അവിടെ കണ്ടോ മഞ്ഞിറങ്ങുന്ന കേട്ടോ. ഇവിടെ ഇപ്പോൾ ഈ വ്യൂ പോയിന്റ് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടേ. ഇവരെല്ലാം പല പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണ്. താഴോട്ട് നമുക്ക് കേട്ടോ മഴ മാത്രമല്ല മഞ്ഞ് കയറി വരുന്നതും കാണാം കേട്ടോ. എങ്ങനെയുണ്ട്? പൊളിയല്ലേ. ഭ്രമരം വ്യൂ പോയിന്റിലെ കാഴ്ചകൾ ഇപ്പോഴാണ് ഇച്ചിരി കൂടെ നല്ല ഭംഗിയായെന്ന് എനിക്ക് തോന്നുന്നു. തകർപ്പം വ്ലോഗിങ് ആണ്. എങ്ങനെയുണ്ട് വ്യൂ പോയിന്റ്? എങ്ങനെയുണ്ട്? പൊളിയാണ്, പൊളി. ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇതിനു മുമ്പ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് പോകാൻ തോന്നത്തില്ല. പക്ഷെ നമ്മളെ ഇവിടുത്തെ പ്രകൃതി രമണീയൽ മറന്നു പോവാണ്. നമുക്ക് പോകേണ്ടത് കിലോമീറ്ററോളമാണ്. മറക്കരുത്. അവിടെയാണ് കാര്യം. എന്നാ വാ പോവാം. ഇവിടെ വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ടല്ലോ, നല്ല പുൽത്തേലത്തിൻ്റെ മണം, യൂക്കാലിത്തേലത്തിൻ്റെ മണം, പ്രകൃതി രമണീയമായ കാഴ്ചകൾ എന്ന് വെച്ചാൽ അത്രയും സുന്ദരമാണ് ഇവിടുത്തെ കാഴ്ച. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ഇവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണണം കേട്ടോ. എന്തായാലും അതൊക്കെ ഒന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഈ കാന്തല്ലൂർ, ഈ മൂന്നാറിൻ്റെ ഈ സൈഡൊക്കെ, മൂന്നാറിന് ഒന്നുമല്ല കാന്തല്ലൂരേക്ക് വരണം കാഴ്ചകൾ കാണണമെങ്കിൽ. കാന്തല്ലൂരിലെ ഒരു വില്ലേജ് കാഴ്ചയാണ് കീഴാന്തൂർ. ഇതെല്ലാം കൃഷിയിടങ്ങളാണ്. മാത്രമല്ല ഇതിനോട് ചേർന്ന് ഇവരുടെ താമസ സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണുന്നത് കേട്ടോ. എന്ത് ഭംഗിയുള്ള സ്ഥലമാണ് നോക്കി. ഈ ഭാഗത്തും നമ്മൾ ഈ ബൈക്കിൽ ഒക്കെ ഇരുന്ന് എടുക്കുന്നതുകൊണ്ട് കുറച്ച് എന്തൊക്കെയോ കുറേ മറവൊക്കെ വരുന്നുണ്ട്. അവിടുന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്കാർ മുന്നോട്ട് പോകും. പിന്നെ നമുക്കിവിടെ ചെറിയ ആപ്പിൾ ചെടിയൊക്കെ കാണാൻ പറ്റും. അതിലെ കായൊക്കെ ഒന്ന് കണ്ടിട്ട് വരാവേ. നമുക്ക് പിന്നോട്ട് നോക്കിയാലും നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് കേട്ടോ. അതിൻ്റെ താഴെ കീഴാന്തൂർ വെള്ളച്ചാട്ടമൊക്കെയാണ്. നമുക്ക് സമയം അധികം ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല അതൊന്നും എടുക്കാനായിട്ട്. ഇതൊരു മാതളനാടകം കണ്ടോ, പൂവൊക്കെ ഇട്ട് നിൽക്കുകയാണ്. കായൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ ഈ വീട്ടുകാരുടെ ഒരു ചെറിയ ആപ്പിൾ മരം ഇവിടെ നിൽപ്പുണ്ടേ. അതേൽ രണ്ടുമൂന്ന് കായൊക്കെ ഉണ്ട്. നമുക്ക് അതിൻ്റെ കാഴ്ച ഒന്ന് കാണാം കേട്ടോ. അപ്പുറത്ത് പറഞ്ഞുകൊണ്ട് ഇതേലും ഉണ്ട് കുറച്ച് കായൊക്കെ. ചെറുതാണ്, ഇതെല്ലാം വലുതായി വരുന്നേ ഉള്ളൂ കേട്ടോ. ആപ്പിൾ നിൽക്കുന്നുണ്ടോ? ഇത് വഴി സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോഴും ഇവിടെ ഞാൻ കണ്ടായിരുന്നു. ഇവിടെ തന്നെ അമ്മ വെളുത്തുള്ളി ഇട്ടേക്കുന്നേ. ഉണ്ട് ഇവിടെ വെളുത്തുള്ളി ഇട്ടേക്കുന്നത്. വെളുത്തുള്ളി ഇട്ടോ മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തൊരു വീട് കണ്ടു. അതിൻ്റെ കളറും എല്ലാം കൂടെ ഇത്ര ഭംഗിയെന്ന് നോക്കി കാണാനായിട്ട്. ഈ മേഖലയെല്ലാം താഴെ അവരുടെ പണിഷെഡും പെരയൊക്കെയാണ്. ഇതുണ്ട് ഈ വീടിൻ്റെ ഇവിടെ ബീൻസ് ഇട്ടിരിക്കുന്നുണ്ടോ. ഇവിടെ ഒരു അമ്മച്ചിപ്പുണ്ട്. അമ്മച്ചിയുടെ വീടാണോ അത്? അതല്ലേ. ഇവിടുത്തെ ഒരു ഗ്രാമഭംഗി എന്ന് പറഞ്ഞാൽ അതൊരു ഹൈ ലെവലാണ് കേട്ടോ. എവിടെ പോയാ കളിക്കാൻ? പേരെന്നാ? എവിടെ താമസിക്കുന്നേ? മുകളില്. ഇവിടെ ആണോ കളിക്കാൻ പോണേ? വെള്ളച്ചാട്ടം ഉണ്ട് അവിടെ? വെള്ളം ഉണ്ടോ?
ആ പക്ഷെ നമ്മൾ ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് പോകുന്നില്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഒരു 1/2 കിലോമീറ്റർ പോയാൽ മതി. ആ 1/2 കിലോമീറ്റർ പോയാൽ മതി. ഓക്കെ വിടും. മറയൂരിലെ ശർക്കര ഫാക്ടറി ഇപ്പോഴിവരുടെ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇല്ല, തറയിൽ കരിമ്പിൻ ജ്യൂസ് ഇട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഇവരിവിടെ ഇരുന്ന് അത് ഉരുട്ടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ മേടിക്കാനായിട്ട് ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പുറത്ത് ആ കത്തിക്കുന്ന അടുപ്പിൻ്റെ പുകയൊക്കെ പോകുന്നത് ഇതിലെ കൂടെയാണ് കേട്ടോ. കരിമ്പിൻ ചണ്ടി ഇത് തന്നെയാണ് അവിടെ കൊണ്ടിട്ട് ഇതിന് തീ കത്തിക്കുന്നതും മാനി കുറുക്കി ശർക്കരയാക്കാൻ വേണ്ടി. ഇവിടെ നമുക്ക് കരിമ്പിൻ ജ്യൂസൊക്കെ കിട്ടും കേട്ടോ. കരിമ്പിൻ ജ്യൂസ് ശർക്കരയുണ്ട്, പൊടി ശർക്കരയുണ്ട്, സാധാ ശർക്കരയുണ്ട്, പിന്നെ ഏലക്ക, കുരുമുളക് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ചേർത്തുള്ള മിക്സിംഗ് ആയിട്ടുള്ള ശർക്കരയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ആനക്കോട്ടപ്പാറയുടെ അടുത്തെത്തിയേ. ഇവിടെ മുനിയറകളും അതൊക്കെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മളിവിടെ കയറിയില്ല കേട്ടോ. അതിന് മുമ്പിലൊരു പ്രാവശ്യം വന്നപ്പോൾ നമ്മളിവിടെ കയറിയായിരുന്നേ. അപ്പോൾ എന്തായാലും ഒന്നുകൂടെ ഒന്ന് കാണാം. ഇവിടെ എന്തൊക്കെയോ കുറച്ച് പുരോഗമന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇത് മതിൽ കെട്ടി കുറേ ചിത്രങ്ങളൊക്കെ സംഘടിപ്പിച്ച് വെച്ചേക്കുന്നുണ്ടോ, ആനയുടെയും കടുവയുടെയും ഒക്കെ. ഇതിനൊരു 10 രൂപ പാസ്സൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് നമുക്ക് കയറി പോകാം. ഇവിടെ നല്ല പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ ഉണ്ടാക്കാനുള്ള സംവിധാനമാണ് കേട്ടോ. ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട്, അവിടുത്തെ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറി പോകാനേ. മുനിയറകളുടെ ഒരു സാമ്പിൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്, കല്ലുകൊണ്ട്. ഇതാണ് ടിക്കറ്റ് കൗണ്ടറും ഒരു ചെറിയ ഷോപ്പിംഗ് കോംപ്ലക്സും ചായ കാപ്പി ഉള്ള പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ. ചായ ഉണ്ട്. ആനക്കോട്ടപ്പാറയിലെ ഈ മതിൽ ആലേപനം ചെയ്തിരിക്കുന്ന ചിത്രങ്ങളുണ്ടോ, ഇത് ഇവിടുത്തെ ട്രൈബൽസിനെയാണ് കാണിക്കുന്നത് കേട്ടോ. അവരെവിടെയെങ്കിലും പോകുമ്പോൾ കൊച്ചിനെയൊക്കെ മാറത്തിട്ടുകൊണ്ട് പോകുന്നു. പിന്നെ ഇങ്ങോട്ട് വന്ന് നെല്ല് കുത്തുന്നത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ ഇത് പെയിൻറ്റിങ് ചെയ്ത് കഴിയുമ്പോൾ പൂർത്തിയാവുള്ളൂ. ഇത് വിറ്റ് വതയ്ക്കുന്നതൊക്കെയാണേ. പിന്നെ ഇവിടെ ശർക്കര പാനിയുടെ പരിപാടികളൊക്കെ കാണിക്കുന്നത്. പാനി, ശർക്കര, പിന്നെ കരിമ്പ് വെട്ടിക്കൊണ്ടൊക്കെ ഇങ്ങനെ പോകുന്നത് കാരണം. പിന്നെ ഇവിടെ ഇവിടെ മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു സംഭവം ഇത്. ഇവിടെ ഇതൊക്കെ പെയിൻറ് ചെയ്താലേ കൃത്യം നമുക്ക് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഒരു ഉദ്ദേശം വെച്ചാൽ ഈ പറയണം കേട്ടോ. ഇതെന്തായിരുന്നു എന്ന് മനസ്സിലാവുന്നുണ്ടോ? ഇത് ശർക്കര ഉണ്ടാക്കുന്ന അപ്പുറത്തുണ്ടാവും. ഇതും ആ ഒരു മോഡൽ തന്നെയാണ് കണ്ടിട്ട് തോന്നുന്നത്. കറക്റ്റായിട്ട് കിട്ടില്ല, പെയിൻറ് ചെയ്താലേ അറിയത്തുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഇത് നമ്മൾ പുൽത്തൈലം ഉണ്ടാക്കുന്നതാണ്. പുല്ല് വീപ്പയിലോട്ട് കുത്തിക്കയറ്റുന്നു, താഴെ അത് വെള്ളത്തിലൂടെ വന്ന് ഇപ്പുറത്ത് കിട്ടുന്നു നമുക്കത്. പിന്നെ ഇവിടെ ഏറുമാടവും ആനയൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ താഴെ ഇവർ ഈ കർഷകർ പെണ്ണുങ്ങളും അവരൊക്കെ ആയിട്ട് കൂടിയിരിക്കുന്നതിൻ്റെ ഒരു ഇതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെയിൻറ് ചെയ്താൽ കറക്റ്റായിട്ട് അറിയാം. പിന്നെ ഇവർ തലയിൽ കെട്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ പട്ടിക്കുഞ്ഞുണ്ട്, മേടിച്ചുകൊണ്ട് പോകുന്നു. അത് ചുവന്നുകൊണ്ട് പോകുന്നതിൻ്റെ ഒരു ഇതാണ്. അങ്ങനെ ഇവിടെ ഒത്തിരി ഈ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പെയിൻറ് ചെയ്താലേ നമുക്ക് അറിയത്തുള്ളൂ കേട്ടോ. അല്ലാതെ നമുക്ക് ഇതിനെപ്പറ്റി ഒരു പിടിപാടും കിട്ടത്തില്ല. നമുക്കറിയാവുന്ന ഒരു രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ വന്നപ്പം ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ
ഇവിടെ ചായ കാപ്പി മാത്രമല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. സുഗന്ധവ്യഞ്ജനങ്ങളും എന്തൊക്കെയാണല്ലോ വെച്ചേ? ഇത് കൂവപ്പൊടി, നമുക്ക് ഈ പിള്ളേർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന. പിന്നെ ഇത് ഓർഗാനിക് ആയിട്ടുള്ള കസ്തൂരി മഞ്ഞള്, ചുക്ക് കാപ്പിപ്പൊടി. പിന്നെ ഇത് മറയൂർ സാൻഡലിന്റെ സാൻഡൽ പൗഡർ. ഇത് സാൻഡൽ ഓയിൽ. ഇത് 5 ഗ്രാമിന് 2500, 2 ഗ്രാമിന് 1000 രൂപ. 2 ഗ്രാമിന് 1000 രൂപ. പിന്നെ ഇതൊക്കെയാണേല് അലോവേര ജെല്ല്, ഇത് വിറ്റാമിൻ ഇയും കൂടി ഉള്ളത്, ഇത് നോർമൽ ആയിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ യൂക്കാലിപ്റ്റസ് ഓയിൽ, പിന്നെ പുൽത്തൈലമുണ്ട്. ഇത് പുൽത്തൈലം. അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഇവർ വിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സ്റ്റോറാണ്. അപ്പം ഇതിനകത്ത് വലിയ കലർപ്പമായൊന്നും ഇല്ല. ശുദ്ധമായിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ ഉള്ളത് തന്നെ. കുറച്ച് ചെടികളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ടിക്കറ്റ് ഇപ്പോൾ ഒരാൾക്ക് 20 രൂപയും 2 പേർക്ക് 40 രൂപയാണ് കേട്ടോ. ആനക്കോട്ടപ്പാറ വലിയൊരു പാറയാണ്. അതിവിശാലമായിട്ടിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് കേട്ടോ. ഇതിനുള്ളിൽ ചെറിയ വനവും പിന്നെ മുനിയറയും ഒക്കെയാണ് ഉള്ളത്. ഒരു പാർക്കായിട്ടിങ്ങനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പരിപാലിക്കുന്നൊരു സ്ഥലമാണ്. നമ്മളും വന്നാലത് പരിപാലിക്കുക. ഒരുപാട് വേസ്റ്റൊന്നുമില്ല, വലിച്ചെറിയാതിരിക്കുക. അതൊക്കെയാണ് അതിൻ്റെ ഒരു മര്യാദ. നേരത്തെ ഇതിലെ മുനിയറയിലേക്കൊരു വഴിയുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ക്ലോസ് ചെയ്തിരിക്കാൻ തോന്നുന്നു കേട്ടോ. ഇപ്പോൾ ഇതിലെ വഴിയില്ല, ഈ വഴി അടഞ്ഞു. ഇതിനുള്ളിൽ നല്ലൊരു വൈബായിരുന്നു ഇതിലെ കൂടെ ഇങ്ങനെ നമുക്ക് പോകാൻ വേണ്ടി. പക്ഷേ ഇപ്പോഴും ഇവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ഈ വനത്തിനുള്ളിൽ കൂടെ പോകുന്ന പോലത്തെ ഒരു വൈബുണ്ട് ഇവിടെ ഉണ്ടോ. ഇതിലേയും കുറച്ച് ഇങ്ങനെയൊക്കെ കയറി നടക്കാവേ. ഇതിനകത്ത് വല്ല വലിയ പുലിയോ വല്ലതും കാണുമോ? ഇത് കുറച്ചിങ്ങനെ പോകണ്ടേ. ഈ ആനക്കോട്ടപ്പാറയിലെ ഈ ചെടികൾക്കിടയിൽ കൂടെ ഉള്ള ഒരു യാത്ര കണ്ടു നോക്കി. നല്ല ഒരു വൈബല്ലേ. അപ്പോൾ ഇതിലെ നമുക്ക് അപ്പുറത്ത് ആ മുനിയറ, ഇത് വലിയ മുനിയറ ഉണ്ടായി, അവിടേക്ക് ചെല്ലാൻ പറ്റും. ഇതാണ് കാടൊക്കെ നിലനിർത്തണമെന്ന് പറയുന്നത് കണ്ടോ. അപ്പോൾ നമുക്ക് കാടിൻ്റെ ഈ കുറ്റിക്കാടിൻ്റെ ഒരു വലിയൊരു കാടൊന്നുമല്ല, കുറ്റിക്കാടാണേ. ഇതിൻ്റെ ഒരു അങ്ങോട്ടാ, ഇങ്ങോട്ട് ഇതിലേ അങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങിപ്പോ. ഇതൊരു കണ്ടൽക്കാടാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേറെ എവിടെയെല്ലാം കണ്ടൽക്കാടെന്ന് തന്നെ പറയും. ഇതിപ്പോൾ ഇവിടെ ആയതുകൊണ്ട് ഇപ്പോൾ കണ്ടൽക്കാടെന്ന് പറയാൻ പറ്റുമോ? അതുപോലെയൊക്കെ തന്നെ ഒരു വൈബാണ് ഇതിന് ഉള്ളത്. ഇപ്പോൾ ഏതായാലും നമ്മൾ അതിലേക്കാടി ഇതിലേക്കാടി ഈ വെളിയിൽ ഇവിടെ വന്നേ. കാന്തല്ലൂർ ഭാഗമൊക്കെ കണ്ടോ ചേട്ടാ. മോനെ എന്നാ വൈബാന്ന് നോക്കി, ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ നേരത്തെ വന്നതിനെക്കാട്ടി ഇവിടെ അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ കുറേ യൂക്കാ ചെടികളുടെ ചെടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. യൂക്കായാണോ അതോ വേറെ ചെടിയാണെന്ന് അറിയില്ല. പക്ഷേ ഇപ്പോഴത്തെ ഇപ്പോൾ പൂവൊന്നുമില്ല, ഇതിങ്ങനെ പൊങ്ങിപ്പോവേ. പൊങ്ങിയത് ഇവിടെ അധികം കാണാനില്ല, എല്ലാം കരിഞ്ഞു പോയി തോന്നുന്നു. അങ്ങനെ നമ്മളിതാ ഇവിടെ എത്തി. ഈ മുനിയറകൾ ഇനി അങ്ങോട്ട് കാണാം നമുക്കേ. അതിലേയും വഴി അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതാണ് കേട്ടോ മുനിയറ. ഇതിനൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. ഇതിനുള്ളിൽ ആൾക്കാർക്ക് ഇരിക്കുകയോ കിടക്കുകയോ ഒക്കെ ചെയ്യാവേ. ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരാൾക്ക് അങ്ങനെ കറക്റ്റായിട്ട് നിൽക്കുകയൊക്കെ ചെയ്യാം. ഇത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പഴക്കമൊക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഇതിലെയും അപ്പുറത്തേക്ക് ഒരു വഴിയുണ്ട് കേട്ടോ. ഇവിടെയും ഒരു മുനിയറ നമുക്ക് കാണാവേ. ഇത് കണ്ടോ, ഇതും കല്ല് കെട്ടി വെച്ചിരിക്കുന്നുണ്ടോ.
ഈ മുനിയറകൾക്കൊക്കെ രണ്ട് കാര്യം പറയുന്നുണ്ട്. ഇവരിവിടെ മുനിമാർ തപസ്സിരുന്നെന്നും പറയുന്നുണ്ട്, ഇവരിവിടെ അടക്കം ചെയ്തെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ പടയാളികളായിട്ടുള്ള ആൾക്കാർ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരെ അടക്കം ചെയ്തു. അന്നത്തെ കാലത്ത് അടക്കം ചെയ്ത് കഴിയുമ്പോൾ ആഭരണങ്ങളൊക്കെ കുടത്തിലിട്ട് വെച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. നമ്മുടെ അഞ്ചുരുളി മുനമ്പിലൊക്കെ പോയപ്പോൾ നമ്മൾ കണ്ടില്ലായിരുന്നോ? ഇതിനുള്ളിൽ ഇട കണ്ടോ? നല്ല വിസ്തീർണമാണ്. ഒരാൾക്ക് സുഖമായിട്ട് ഇരിക്കുകയോ കിടക്കുകയോ നിൽക്കുകയോ ഒക്കെ ചെയ്യാം. അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇവിടെ ചുറ്റോടിയിട്ട് നല്ല മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങ് മലയിലൊരു വെള്ളച്ചാട്ടം കാണാവേ. നമ്മൾ വരുന്ന വഴിക്കുള്ള സംഭവമാണ് ആ വെള്ളച്ചാട്ടം. ഇവിടുന്ന് നോക്കുമ്പോൾ അതിപ്പോൾ കുറച്ച് ദൂരമായിട്ട് നമുക്കിങ്ങനെ കാണാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പോയ കാന്തല്ലൂർ ഭാഗം അതുകൊണ്ടോ, അതിൻ്റെ അപ്പുറത്തായിട്ട് അങ്ങ് മൂലയ്ക്ക് അവിടെ കാണാം ആ ഭ്രമരം വ്യൂ പോയിൻ്റൊക്കെ. ഇവിടെ മുനിയറകൾ ഇനിയും ഉണ്ട് കേട്ടോ. ആ പിള്ളേരൊക്കെ കയറിയിരിക്കുന്നത് അത് മുനിയറയാണ്. ഇതൊക്കെ കണ്ടോ മുനിയറകൾ പഴയ കാലത്തെ. ഈ ഓരോ പാറയുടെയൊക്കെ വലിപ്പം നോക്കി. അന്ന് എങ്ങനെ ഇത് ഇവിടെ വലിച്ചു കയറ്റി വെച്ചെന്ന് വന്ന് ആലോചിച്ച് നോക്കി. ഭീകരമായ മുനിയറകൾ. ഇതുപോലെ ഈ മറയൂർ ഭാഗത്തൊക്കെ ഒരുപാട് മുനിയറകളുണ്ട് കേട്ടോ. പലതും ഇപ്പോഴും കാടിനുള്ളിൽ കിടക്കുന്നതൊക്കെ ഉണ്ട്. ഒരു കാലത്ത് ഇതൊക്കെ ആക്റ്റീവായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കി. ഇന്നത്തെ കാലത്ത് ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. പഴമകൾ അത് കാരണം നമുക്കിവിടെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങ് താഴെ മറയൂർ ഭാഗത്തെ കാഴ്ചകളാണ് ആ കാണുന്നതൊക്കെ. അത് കോവിൽക്കടവാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോരുന്നൊരു ഭാഗം. അങ്ങ് ദൂരെ അതാണ് മറയൂർ കേട്ടോ. ഇപ്പം ഇതിൻ്റെ അപ്പുറത്ത് അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ടേ. നമുക്ക് അതുകൂടെയൊക്കെ കണ്ടങ്ങനെ പോകാം കേട്ടോ. അവിടെ അതാ ഒരു അമ്പലം കണ്ടോ. ദൂരത്തിലായതുകൊണ്ട് അത് കാണാൻ അതിൻ്റെ കളർഫുള്ളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. ഈ ആനക്കോട്ടപ്പാറ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇവിടെ നിന്ന് ഇത് കുറച്ച് ഞങ്ങൾ സമയം പോയതുകൊണ്ട് കുറച്ച് ഭാഗം എടുക്കുന്നുള്ളൂ. ഇതിൻ്റെ ഒരു നല്ല ഒരു ഭാഗം കാഴ്ചകൾ ഇനിയും ഇതിനകത്ത് ബാലൻസ് കിടപ്പുണ്ടേ. ഇപ്പോൾ സന്ധ്യയാകാറായി എന്ന് പറഞ്ഞാൽ വൈകുന്നേരം 5 മണിയൊക്കെ കഴിഞ്ഞിപ്പോൾ. പിന്നെ മഴ ഇങ്ങനെ ചാറ്റി വരുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ കാട്ടാനകളുടെയൊക്കെ ശല്യം ഉള്ള സ്ഥലമാണ്. അപ്പോൾ പരമാവധി വേഗത്തിൽ നമ്മളിവിടുന്ന് പോയില്ലെങ്കിൽ മൂന്നാർ കടന്നു പോകണം. മൂന്നാർ കടന്നാൽ പിന്നെ വിഷയമൊന്നുമില്ല. പിന്നെ എങ്ങനെയാലൊക്കെ പോവാം, കുഴപ്പമില്ല. അപ്പം നമുക്കിനി പുറത്തേക്ക് പോവാം. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാം. ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ തൽക്കാലം ഇവിടം കൊണ്ടൊക്കെ അങ്ങ് നിർത്തുവാണ്. ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇനിയും ഈ മൂന്നാർ മേഖലയും കാന്തല്ലൂർ മേഖലയൊക്കെ ഒരുപാട് കാഴ്ചകൾ ഇനിയും ബാക്കി കിടപ്പുണ്ട്. എൻ്റെ ഏറ്റവും വലിയൊരു പ്രതീക്ഷയായിരുന്നു ആ ഇറച്ചിൽപ്പാലം വെള്ളച്ചാട്ടം. ഞാൻ വിചാരിച്ചു ഇവിടെ നല്ല മഴയായിരിക്കും, വെള്ളം ഉണ്ടായിരുന്നായിരിക്കും. ഇതിനു മുമ്പ് ഞാനൊന്ന് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇന്ന് കണ്ടതിനെക്കാട്ടി ഇച്ചിരി കൂടെ വെള്ളം അന്നുണ്ടായിരുന്നേ. ഇന്ന് വന്നപ്പോൾ ഒട്ടുമില്ല, ഇങ്ങനെ തുള്ളി വീഴുന്ന പോലത്തെ വെള്ളമുള്ളൂ. അവിടെ വെള്ളം ഇങ്ങനെ ഇറച്ചിൽപ്പാലം അവിടുന്ന് ഇങ്ങോട്ട് വെള്ളം വീഴുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. കാരണം എന്താ വെച്ചാൽ നല്ല പഞ്ചസാര പൊടിയുന്ന പോലെ വെള്ളം ഇങ്ങനെ താഴോട്ട് വരുന്നേ. ആ ഒരു കാഴ്ചയൊക്കെ പ്രതീക്ഷിച്ച് വന്നതാണ്. പക്ഷേ അത് സാധിച്ചില്ല. അത് നമുക്ക് പിന്നീട് ഒരു ദിവസം കാണാം. അപ്പോൾ നമുക്ക് തൽക്കാലം വീഡിയോ കൂടെ നിർത്താം അല്ലേ.